ദൈവം വളരെ തീക്ഷ്ണതയുള്ളൊരു ദൈവമാണ്. അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഇത് നാം ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തൻ്റെ സ്നേഹം, തൻ്റെ ശക്തി ഇതൊക്കെ അവൻ നമുക്ക് തരും. അവൻ നമുക്ക് ജ്ഞാനം തരും, മറ്റെല്ലാം അവൻ തരും. എന്നാൽ അവൻ തൻ്റെ മഹത്വം ആരുമായിട്ടും പങ്കുവയ്ക്കുന്നില്ല. കാരണം അത് നമുക്ക് നന്നല്ല. എന്നാൽ പ്രശ്നം ഇതാണ്, മനുഷ്യൻ പലപ്പോഴും അവൻ്റെ മഹത്വത്തെ സ്പർശിക്കുന്നു. പിന്നെ അവരതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, 42-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. അവൻ നമുക്കെല്ലാം തരും. അവൻ്റെ സ്നേഹം, ശക്തി, ആത്മാവ്. പിന്നെ എന്താണ് തൻ്റെ മഹത്വം നമുക്ക് തരാത്തത്? കാരണം അവൻ്റെ മഹത്വം നാം എടുത്താൽ നാം സാവകാശം പിശാചിൻ്റെ അടുക്കിലേക്ക് പോകും. അങ്ങനെയാണ് ആ പ്രധാന ദൈവദൂതൻ 1 മിനിറ്റ് കൊണ്ട് പിശാചായത്. അവൻ നിഗളിയായി മാനവും മഹത്വവും അവൻ അന്വേഷിച്ചു. താൻ ഏതുമില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയും അവശേഷിക്കുന്നില്ല. അവനൊരു സീറോ ആകുന്നെങ്കിൽ. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 1-ാമത്തെ വാക്യം. നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും ജാതിക്കാർക്കും എഴുതുന്നത്. ഇത് നെബൂഖദ്നേസർ സ്വന്തമായി അയക്കുന്ന ഒരു ദൂതാണ്, ഒരു കത്ത്. ഞാൻ നെബൂഖദ്നേസർ സകല ഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും എല്ലാ ഭാഷക്കാർക്കും എഴുതുന്നത്. നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എന്നിട്ട് അവൻ ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായ ചില കാര്യം പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അവൻ വളരെ നിഗളിയായി. പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു മൃഗത്തിൻ്റെ നിലയിലേക്ക് ദൈവം അവനെ താഴ്ത്തിക്കൊണ്ടുവന്നു. അവൻ പുല്ല് തിന്നാൻ തുടങ്ങി. 7 വർഷം അവൻ അങ്ങനെ കഴിയേണ്ടി വന്നു. ഈ ശക്തനായ രാജാവിനെ ദൈവം താഴ്ത്തി. അവൻ്റെ നഖം ഒരു മൃഗത്തിൻ്റെ നഖം പോലെയായി. അവൻ പുല്ല് തിന്നാനായിട്ട് തുടങ്ങി. അവസാനം അവന് തൻ്റെ സുബോധം മടക്കി ലഭിച്ചു. അവൻ്റെ സുബോധം മടങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞത് ഇതാണ്. ദാനിയേൽ 4:34. നമുക്ക് ആദ്യം 33-ാമത്തെ വാക്യം വായിക്കാം. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസർ നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ കാളയെപ്പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. അവൻ്റെ തലമുടി കഴുകൻ്റെ തൂവൽ പോലായി. അവൻ്റെ നഖം പക്ഷികളുടെ നഖം പോലെ. ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ്. സർവ്വഭൂമിയുടെയും രാജാവെന്നവൻ പറഞ്ഞാണ് ദൈവം അവനെ താഴ്ത്തി. അവനെ താഴ്ത്തിയ ശേഷം ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. 34-ാം വാക്യം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ അവൻ്റെ ഭാഷയ്ക്ക് തന്നെ മാറ്റം വന്നു. ഇപ്പോൾ അവൻ തന്നെപ്പറ്റി തന്നെയല്ല പറയുന്നത്, ദൈവത്തെപ്പറ്റിയാണ് പറയുന്നത്. അവൻ അത്യുന്നതനെ വാഴ്ത്തി. 35-ാം വാക്യം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. അതാണ് അവൻ പഠിച്ച പാഠം. ഞാൻ ഏതും അല്ല. ഈ ഒരു കാര്യം ഒരു മനുഷ്യൻ പഠിച്ചാൽ അവനിൽ കൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അത് നമ്മൾ പഠിക്കുന്നത് വരെ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ ചെറുതാക്കി ഒരു പക്ഷെങ്കിൽ ഈ രാജാവിനോട് ചെയ്തതുപോലെ മൃഗത്തെപ്പോലെ നമ്മെ ആക്കുകയില്ലായിരിക്കാം. എന്നാൽ ഇവിടെ അവൻ അങ്ങനെയാണ് ചെയ്തത്. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുന്നു. 35-ാം വാക്യം. അവൻ്റെ കയ്യെ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്നവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. ദൈവവചനത്തിലും ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു വാക്യവുമില്ല. പുതിയ നിയമത്തിൽ പോലും ഇതുപോലൊരു പ്രസ്താവന നിങ്ങൾ കാണത്തില്ല. എന്നാൽ ഇത് പറഞ്ഞത് ദൈവം താഴ്ത്തിയ ഒരു ജാതീയ രാജാവാണ്. ആ നേരത്തെ തന്നെ എൻ്റെ ബുദ്ധി മടങ്ങുന്നു. 36-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഈ കാര്യം ഒരു മനുഷ്യന് മനസ്സിലാവുമ്പോഴാണ് അവൻ ശരിക്കും ബുദ്ധിമാനാകുന്നത്. 36-ാം വാക്യം. ഭൂമിയിലുള്ള ഏത് മനുഷ്യനും ഒന്നുമില്ല. ഞാൻ ഏതുമില്ല എന്ന് പറയേണ്ട വ്യാജമായൊരു താഴ്മയിലല്ല. എല്ലാ മനുഷ്യർക്കും വ്യാജമായൊരു താഴ്മയുണ്ട്. അവർ പറയും, ഓ ഞാനാരുമല്ല, ഞാൻ പ്രധാനപ്പെട്ടതല്ല. എന്നാൽ അവരെപ്പറ്റി നീ ആരുമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വളരെ ദുഃഖം തോന്നും. പിന്നെ അവർ തങ്ങളെപ്പറ്റി അങ്ങനെ പറയുന്നത് വ്യാജമായൊരു താഴ്മയാണ്. നമ്മൾ തുടർന്ന് ഇതേപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ പ്രശംസ ഏത് കാര്യത്തെ പറ്റിയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. സഹോദര, മുന്നോട്ട് കടന്നു വരാമോ? മിക്കവരും പണത്തിലാണ് പ്രശംസിക്കുന്നത്. മുന്നോട്ട് കയറി വരിക. ഇത് കയ്യിൽ പഠിക്കുക. ശരി, സമ്പത്ത്. ലോകത്തിലേക്ക് ധനികനായ മനുഷ്യൻ. ഇദ്ദേഹത്തെ കണ്ടോ? ലോകത്തിലെ ഏറ്റവും പണക്കാരൻ്റെ ലിസ്റ്റിൽ 1-ാം സ്ഥാനമുള്ള ഒരാൾ. ദൈവത്തിൻ്റെ കണ്ണിൽ പൂജ്യമാണ്. ശരി, നമ്മൾ മറ്റേത് കാര്യത്തിലാണ് പ്രശംസിക്കുന്നത്? അടുത്ത സഹോദരൻ വന്നാട്ട. ഇതൊരു സൗന്ദര്യമുള്ള സഹോദരനാണ്. സൗന്ദര്യം. നോക്കൂ എത്ര സുന്ദരനാണെന്ന് ഞാൻ അർത്ഥമാക്കി പറയുകയാണ്. പൂജ്യം. ശരി, മനുഷ്യൻ വിലമതിക്കുന്ന മറ്റേത് കാര്യമാണ്? പദവി. സഹോദര വന്നാട്ട്. ഇദ്ദേഹത്തിന് ലോകത്തിൽ വലിയ സ്ഥാനമുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലെങ്കിലും ഇദ്ദേഹം വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവനും പൂജ്യമാണ്. ശരി, അടുത്ത ആള്. ഇവൻ വളരെ ബുദ്ധിമാനാണ്. വിദ്യാഭ്യാസം, PhD. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പൂജ്യം. ഒരാളും കൂടി. കായിക താരം. ഒളിമ്പിക്സിൽ ധാരാളം മെഡൽ വാങ്ങിയിട്ടുള്ള ഒരാൾ. കായിക താരം. പൂജ്യം. വളരെ അറിയപ്പെടുന്ന ഒരാൾ. ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, പെൺകുട്ടികൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ. പ്രശസ്തി. പൂജ്യം. ശരി, ഇത് ഞാനാണ്. പ്രസംഗകൻ. പൂജ്യം. ഇദ്ദേഹം എന്നെ പ്രതിനിധീകരിക്കുന്നു. പ്രസംഗകൻ ആണെന്ന് അഭിമാനിക്കുന്നു. പൂജ്യം. ഇതുപോലെ ആളുകൾ പ്രശംസിക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മറ്റനേക കാര്യങ്ങളുണ്ട്. നിങ്ങൾ അഭിമാനിക്കുന്ന മറ്റു കാര്യങ്ങൾ. അവസാനമായിട്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം സ്വയം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് നെബൂഖദ്നേസർ മനസ്സിലാക്കിയ കാര്യം? സർവ ഭൂവാസികളും ദൈവം മുമ്പിൽ ഏതുമില്ല. ഇവർക്ക് വില കൊടുക്കുന്നത് എന്താണ്? യേശു. ഇപ്പം ഇവരുടെ എല്ലാം വില നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾ എടുത്തു മാറ്റിയേ, എല്ലാവർക്കും വിലയില്ലാതായി. നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ കാണും, അപ്പോഴും നിങ്ങൾ ഏതുമില്ല. എന്നാൽ യേശു നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഒരാളെ ഉള്ളെങ്കിലും ഈ എല്ലാവരെക്കാളും കൂടുതൽ വില അവനുണ്ട്. കാരണം യേശു അവനോടൊപ്പം ഉണ്ട്. കുഞ്ഞുങ്ങളെ ഇത് ഓർത്തിരിക്കുക. ഒരിക്കലും ഇത് മറന്നു കളയരുത്. ഒരു മനുഷ്യൻ മറ്റൊരാളും കൂടി ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ 10, 100 ആവുന്നു. അതാണ് കൂട്ടായ്മയുടെ മഹത്വം. ആ കൂട്ടായ്മയിലേക്ക് മറ്റൊരു സഹോദരൻ കൂടി. കണ്ടോ എന്താ സംഭവിക്കുന്നതെന്ന്? മറ്റൊരാളും കൂടി, അടുത്തയാൾ, പിന്നെയും ഒരാൾ കൂടി. കൂട്ടായ്മ, കൂട്ടായ്മ, കൂട്ടായ്മ. എല്ലാവരും തങ്ങൾ പൂജ്യമാണെന്ന് അംഗീകരിക്കുന്നു. ഇതാണ് ശരിക്കും സഭ. ഇതാണ് യേശുവിൻ്റെ ശരീരം.
നിങ്ങൾക്കും കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു അവയവമാകാം, പ്രവർത്തിക്കുന്ന ഒരു അവയവം. നെബൂഖദ്നേസറിനെ പോലെയും പൗലോസിനെ പോലെയും നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങളൊരു പൂജ്യമാണെന്ന്, അതുപോലെ ദൈവമാണ് എല്ലാമെന്ന്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളെപ്പറ്റി ഉന്നതമായിട്ട് ചിന്തിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ പിന്നെയും ഒരു പൂജ്യമായി മാറുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കെപ്പോഴും യേശുവിൻ്റെ ആവശ്യം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യേശുവിനെ ഒന്നാമതായിട്ട്. ഈ പുതുവർഷം മുഴുവനും അങ്ങനെ ആയിരിക്കട്ടെ. എല്ലാ പൂജ്യങ്ങൾക്കും വളരെയധികം നന്ദി. പ്രസംഗിക്കുന്ന ഞാനും ഇതുപോലെ തന്നെ ഒരു പൂജ്യമാണ്, മറ്റെല്ലാവരെ പോലെ. സഹോദരി സഹോദരന്മാരെ, ഇതൊരു രഹസ്യമാണ്. ഇങ്ങനെയാണ് യേശു തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ചത്. തൻ്റെ പിതാവിന് മുമ്പിൽ അവന് ഇങ്ങനെയായിരുന്നു. താഴ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് തല കുമ്പിട്ട് കീറിയ വസ്ത്രവും ധരിച്ച് നടക്കുന്നതല്ല. ശരിയായ താഴ്മ അത് ദൈവം എല്ലാമാണെന്ന് അംഗീകരിക്കുന്നതാണ്. എനിക്കും നിങ്ങൾക്കും പല കഴിവുകളും ഉണ്ടായിരിക്കാം, എന്നാൽ അതൊന്നും അവൻ്റെ മുമ്പിൽ വിലയുള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന ആരിലൂടെയും ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുമില്ല. ദൈവം വളരെ കഴിവുള്ളവരെയല്ല നോക്കുന്നത്. ഗമാലിയേൽ എന്ന് പറയുന്ന വളരെ ജ്ഞാനിയായ ഒരു വേദപണ്ഡിതൻ യെരുശലേമിൽ ഒരു ബൈബിൾ കോളേജ് യേശുവിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. എന്നാൽ യേശു ഈ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെയുമല്ല തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്തത്. അവർക്ക് വചനത്തെപ്പറ്റി ധാരാളം അറിയാം, എന്നാൽ അവരെപ്പറ്റി തന്നെ വളരെ ഉന്നതമായിട്ടാണ് ചിന്തിച്ചത്. അതായിരുന്നു പ്രശ്നം. എന്നാൽ യേശു പോയത് മുക്കോന്മാരുടെ അടുക്കേക്കാണ്. ഇവർ ഹൈസ്കൂളിൽ പോയിട്ടുള്ളവരല്ല, മീൻ പിടിക്കാൻ മാത്രമേ അറിയൂ. പൗലോസ് എഴുതിയ ലേഖനത്തെപ്പറ്റി മുക്കോനായ പത്രോസ് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? പത്രോസിൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. പൗലോസ് എഴുതുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൻ വളരെ സത്യസന്ധനായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്താണ് യേശു ഈ ഭൂമിയെ കീഴുമേൽ മറിച്ചത്. ആ കാലത്ത് 2000 വർഷമായിട്ട് നിലനിൽക്കുന്ന ഈ സത്യക്രിസ്ത്യാനിത്വം ഈ മനുഷ്യരിലൂടെയാണ് ദൈവം തുടങ്ങിയത്. അവൻ കോടീശ്വരന്മാരെ അല്ല തിരഞ്ഞെടുത്തത്, വലിയ പണ്ഡിതരെയുമല്ല അവൻ തിരഞ്ഞെടുത്തത്. തങ്ങളേതുമില്ല എന്ന് മനസ്സിലാക്കി തങ്ങളെ തന്നെ ചെറുതാക്കിയവരെയാണ്. നിങ്ങൾക്ക് ഉന്നതമായ ചിന്തയാണെങ്കിൽ ചെറുതാകാൻ പ്രയാസമാണ്. ഇവർ തങ്ങളെ തന്നെ ചെറുതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പൂജ്യമാകാൻ കഴിഞ്ഞു. പിന്നെ അവൻ അപ്പോസ്തലനായ പൗലോസിനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഈ പൗലോസ് 3 വർഷം ഗമാലിയേലിൻ്റെ ബൈബിൾ കോളേജിൽ വിദ്യാഭ്യാസം ചെയ്ത ആളായിരുന്നു. അതുകൊണ്ട് ദൈവം എങ്ങനെ അവനോട് ഇടപെട്ടത്? ഗലാത്യ ലേഖനത്തെ നമുക്കത് കാണാം. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് പോകാം. ഇവിടെ പൗലോസ് തൻ്റെ തന്നെ സാക്ഷ്യം പറയുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവൻ പറയുന്നു, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം എനിക്ക് വെളിപ്പെടുത്തി. പൗലോസിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, അവൻ ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അവനെപ്പറ്റി ഉണ്ടായിരുന്ന പദ്ധതി ഈ മനുഷ്യൻ തൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായി തീരണമെന്നുള്ളതായിരുന്നു. ഇവനായിരിക്കണം പുതിയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളും എഴുതേണ്ടത്. അവൻ ജനിക്കുന്നതിന് മുമ്പ്. എന്നാൽ അവൻ വളർന്നു വന്നത് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന, പീഡിപ്പിക്കുന്ന ഒരു യഹൂദനായിട്ടാണ്. കാരണം അവനായിരിക്കുന്ന യഹൂദ മതത്തോട് അവൻ എരിവുള്ളവനായിരുന്നു. മശിയാണെന്ന് പറഞ്ഞ് ദുരുപദേശം പഠിപ്പിക്കുന്ന യേശുവിൻ്റെ അനുയായികളെ ഇല്ലാതെയാക്കണം. അതായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നു. തനിക്ക് 30 വയസ്സാകുന്നത് വരെ. വളരെ സ്വാധീനമുള്ളൊരു മനുഷ്യൻ. ദൈവം അവനെ താഴ്ത്തി. ഇവിടെ ഈ
16 വാക്യത്തിൽ പറയുകയാണ്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം അവൻ എന്നിൽ വെളിപ്പെടുത്തി. ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് അവൻ യേശുവിനെ കണ്ടു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് അവൻ്റെ ഉള്ളിലൊരു വെളിപാടുണ്ടായി. ആ 3 ദിവസം അന്ധനായിട്ട് അവൻ ഇരുന്നപ്പം യേശു ആരാണെന്നുള്ളൊരു വെളിപാട് അവൻ്റെ ഉള്ളിൽ അവന് ലഭിച്ചു. അവൻ അതിനു മുമ്പ് 3 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ചത് കാരണം അവൻ്റെ തല മുഴുവൻ ആ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ കോളേജിൽ അവൻ പഠിച്ചപ്പോൾ അവൻ്റെ തലയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നു, ദൈവം അവനെ നേരെ അറേബ്യയിലേക്ക് അയച്ചു. 17 വാക്യം, ഒരു മരുഭൂമിയിലേക്ക്. പൗലോസെ, മരുഭൂമിയിൽ വെച്ച് ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരു ബൈബിൾ കോളേജും പഠിപ്പിക്കാത്ത കാര്യം. ഈ വേദപണ്ഡിതനെ ദൈവം താഴ്ത്തി. 18 വാക്യം, 3 സംവത്സരം കഴിഞ്ഞ് അവൻ യെരൂശലേമിലേക്ക് പോയി. ആ മരുഭൂമിയിൽ 3 വർഷം അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ബൈബിൾ കോളേജിൽ നിന്ന് അവൻ്റെ തലയിൽ കയറിയ ചവറൊക്കെ ദൈവം പുറത്തേക്ക് കളഞ്ഞു. നിങ്ങളെ എത്ര കൂടുതൽ ജ്ഞാനിയാണോ അത്ര കൂടുതൽ ദൈവത്തിന് നിങ്ങളെ ഒരു പൂജ്യമാക്കാനായിട്ട് സമയമെടുക്കും. പത്രോസിന് 3 കൊല്ലം അറബിയിൽ പോകേണ്ടി വന്നില്ല. ആരംഭത്തിൽ തന്നെ അവന് തന്നെ പറ്റിയുള്ള ചിന്ത ചെറുതായിരുന്നു. നമ്മുടെ ഇടയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന പല തരത്തിലാണ്. നമ്മളിൽ എത്ര പേരെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന് മരുഭൂമിയിലേക്ക് നടത്തേണ്ടി വരും എനിക്കറിയില്ല. നിങ്ങളൊരു മരുഭൂമിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ മതി. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി, സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഏതുമില്ല. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുമില്ല. എന്നാൽ ഈ ഇടത്തേക്ക് അവന് നമ്മളെ കൊണ്ടുവരേണ്ടതുണ്ട്. ദൈവം തീക്ഷ്ണതയുള്ളൊരു ദൈവമാണ്. ഗലാത്യലേഖനം 6 അധ്യായത്തിൽ തുടർന്നും അവൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നെബൂഖദ്നേസർ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം. ഗലാത്യലേഖനം 6 അധ്യായം 3 വാക്യം. ഗലാത്യലേഖനം 6 അധ്യായം 3 വാക്യം. താൻ അല്പനായിരിക്കെ മഹാനാണെന്ന് ഒരുവൻ ചിന്തിച്ചാൽ സത്യത്തിൽ അവനൊരു പൂജ്യമാണ്. അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വലിയ പാട്ടുകാർ, വലിയ ക്രിസ്തീയ പ്രസംഗകർ, പ്രശസ്തരായിട്ടുള്ള കായിക താരങ്ങൾ, തങ്ങളെക്കുറിച്ച് തന്നെ വലുതായിട്ട് ചിന്തിക്കുന്ന അനേകം ആളുകൾ. ദൈവത്തിന് അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിക്കാൻ കഴിയില്ല. ദൈവത്തിന് അവരെ ഒരു പൂജ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം അവരെല്ലാം തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. സഹോദര, എനിക്കറിയില്ല ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ. നീ നിന്നോട് തന്നെ ചോദിക്കുക, നിന്നെപ്പറ്റിയുള്ള നിൻ്റെ ചിന്ത എന്താ? നീ നെബൂഖദ്നേസറിനെ പോലെയാണോ അതോ പൗലോസിനെ പോലെയാണോ? അപ്പം നിനക്ക് തന്നെ മനസ്സിലാവും. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി, മനോഹരമായ പദ്ധതികൾ, അത് പൂർണ്ണമായിട്ടും നിറവേറ്റപ്പെട്ടില്ല എന്നുള്ള കാര്യം. നീ ഒരു താഴ്ന്ന ക്രിസ്ത്യ ജീവിതം നടത്തേണ്ട ആളല്ല. നീ പല്ല് കടിച്ച് നുഴഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരാളല്ല. അവസാനം ഞാനിവിടെ എത്തി. ദൈവവചനം പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ധാരാളമായ ഒരു പ്രവേശനത്തെ പറ്റിയാണ്. നുഴഞ്ഞ് കയറി അവിടെ എത്തേണ്ട ആളല്ല നീ. ആ അവസാന നിമിഷം രക്ഷിക്കപ്പെട്ട ക്രൂശിലെ കള്ളനെ പോലെ ആകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറയാം. ശരി, അവൻ എന്താ അവൻ്റെ ജീവിതത്തിൽ ചെയ്തത്? പലരെ അവൻ കൊന്നു കാണും. ഒരുപക്ഷെ മോഷ്ടിച്ച് ധാരാളം പണം നേടിക്കാണും. ചിന്തിക്കൂ. എന്നാൽ അവൻ സ്വർഗത്തിലെത്തുമ്പോൾ അവൻ പർദീസയിലാണ്. മരിച്ച ദിവസം തന്നെ അവൻ അവിടെ ചെന്നു. എന്നാലൊന്ന് ചിന്തിച്ചേ, അവൻ അവിടെ ആയിരിക്കുന്ന ഈ വർഷങ്ങളിലൊക്കെ അവൻ ചിന്തിക്കുകയായിരിക്കും, ദൈവമേ, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയൊരു കാര്യമാണെന്ന് എനിക്ക് അല്പം കൂടെ മുമ്പ് മനസ്സിലായിരുന്നെങ്കിൽ. നമുക്കൊക്കെ സ്വർഗത്തിലെത്തുന്നവരെ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ നാളിൽ യേശു ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തിയുടെ മഹത്വം നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. നമുക്ക് തന്നെ നാം ചെറുതായിട്ട് തോന്നും. നമ്മൾ ചിന്തിക്കും, എനിക്കിതിന് എന്ത് പകരം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നാം പൂർണ്ണമായിട്ടും അവന് കൊടുക്കേണ്ടത്. നാം ഏതുമില്ല എന്ന് സംഭവിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലെല്ലാം ആവും. അവൻ ഏതുമില്ല എന്ന് പറയുന്നവരിൽ കൂടി തൻ്റെ പ്രവൃത്തി ചെയ്യും. ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറയട്ടെ. പ്രസംഗിക്കാൻ എനിക്കറിയില്ലായിരുന്നു.
ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ മിലിറ്ററിയിൽ ജോലി ചെയ്യുമ്പോഴോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊരു പ്രസംഗകനാവുമെന്ന് എനിക്കറിയുകയില്ലായിരുന്നു. ലഘുലേഖകൾ കൊടുക്കുക മാത്രമായിരുന്നു രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ചെയ്തത്. ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ എനിക്കത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളായിരുന്നു. ലഘുലേഖകൾ കൊടുത്തിട്ട് ഞാൻ പറയും, യേശു എനിക്കായിട്ട് മരിച്ചു, അത്രേ ഉള്ളൂ. എന്നാൽ ദൈവം എന്നെ തകർച്ചയിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ താഴ്ത്തി. എന്നെ അവൻ നിരന്തരമായിട്ട് ചെറുതാക്കി കൊണ്ടേയിരുന്നു. ഞാൻ കൊള്ളാം എന്നെനിക്ക് തോന്നിയ എല്ലാ സമയത്തും അതങ്ങനെ സംഭവിക്കാം. പ്രത്യേകിച്ച് എനിക്ക് പ്രസംഗിക്കാനുള്ള വരം ദൈവം തന്ന ശേഷം ഞാൻ പ്രസംഗിച്ചപ്പോൾ പലരും എന്നെ പുകഴ്ത്താൻ തുടങ്ങി. അതെന്നെ ഉയർത്തി. അപ്പോഴൊക്കെ എന്നെ ചെറുതാക്കാനായിട്ട് ദൈവം ചില കാര്യം ചെയ്തു. എപ്പോഴും അവനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നെ ചെറുതാക്കി കൊണ്ടിരുന്നു. അവൻ്റെ വിശ്വസ്തതയ്ക്കാണ് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ എൻ്റെ പാഠം പഠിക്കുന്നത് വരെ അവൻ എന്നെ ചെറുതാക്കിക്കൊണ്ടിരുന്നതിനാട്ടോ. ഒരിക്കലും എൻ്റെ തല ഉയർത്താൻ കഴിയാത്തതുപോലെ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളോടെല്ലാവരോടും പറയട്ടെ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ സഭകളിലും കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പാപത്തിന്മേൽ ജയമുണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കുന്നവരുടെ എണ്ണവും കുറവാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം, നിനക്ക് സ്വർഗത്തിൽ പോകണോ, നീ യേശുവിൻ്റെ അടുക്ക് വരിക, നീ ഒരു പാപിയാണെന്ന് പറയുക, അവനെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, നിൻ്റെ നിത്യത ഉറപ്പായി. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടുന്നു. ഈ സുവിശേഷം അനേകരെ നരകത്തിലേക്ക് നടത്തുന്നൊരു സുവിശേഷമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടും, നിനക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. ഇത് അപകടകരമായ ഒരു സുവിശേഷമാണ്. യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്താണ് സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. മത്തായി 7 അവിടുന്ന് ഞാൻ നിങ്ങളെ 2 വാക്യങ്ങൾ കാണിക്കാം. ഒന്നാമത്തേത് മത്തായി 7:13. ഇടുക്കവാതിലൂടെ അകത്ത് കടപ്പീൻ. മത്തായി 7:13. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. എന്താ അവിടെ നിങ്ങൾ പഠിക്കുന്നത്? നാശത്തിലേക്ക് പോകുന്ന ഒരു വാതിലും അതുപോലെ ഒരു വഴിയുമുണ്ട്. മനസ്സിലായോ? ശരി. ജീവങ്കിലേക്കുള്ള വഴിയിലും 14-ാം വാക്യത്തിൽ അതിനും ഒരു ഗേറ്റുണ്ട്. ജീവങ്കിലേക്ക് പോകുന്ന ഒരു വഴിയുമുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടും എന്നതിൽ പഠിപ്പിക്കുന്ന ഇതാണ്. ഒരു വാതിലുണ്ട്, അത്രേ ഉള്ളൂ. ഗേറ്റിൽ കൂടെ കടന്ന ഉടനെ നിങ്ങൾ ജീവനിൽ പ്രവേശിച്ചു. പിന്നൊരു വഴിയില്ല. നീ പറയുന്നത് യേശു പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ്. യേശു പഠിപ്പിച്ചത് ഒരു ഇടുക്ക വാതിലുണ്ട്, അതുപോലെ ഒരു ഇടുങ്ങിയ വഴിയുമുണ്ട്. അതാണ് ജീവനിലേക്ക് കൊണ്ടുപോകുന്നത്. ജീവൻ അവിടെയാണ്. ഇവിടെ ഒരു വാതിലുമുണ്ട്, ഒരു വഴിയുമുണ്ട്. ജീവൻ ഇവിടെയല്ല. ഒരു വാതിലും ജീവങ്കിലേക്ക് പോകുന്ന ഒരു വഴിയുമുണ്ട്. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ചിലർ വിശാലമായ വഴിയൂടെ പോകുന്നു. ചിലർ ചിന്തിക്കുന്നു വാതിൽ മാത്രമേ ഉള്ളൂ, അവിടെയാണ് ജീവൻ. കാരണം ചില സുവിശേഷകർ അവരെ വഞ്ചിച്ചു. നീ രക്ഷിക്കപ്പെട്ടവനാണോ, നിന്റെ നിത്യത നിശ്ചയമായിട്ട് ഉറപ്പാണ്. എന്നിട്ട് അവർ ഇഷ്ടം പോലെ ജീവിക്കുന്നു, പാപം ചെയ്യുന്നു, വിവാഹമോചനം ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വീണ്ടും ജനിച്ചു, ചിലപ്പോൾ ഒക്കെ കർത്താവെ ക്ഷമിക്കണമെന്ന് പറയും. അങ്ങനെ അവർ തുടർന്ന് ജീവിച്ചുകൊണ്ടായിരിക്കും. പിന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ യേശു പറഞ്ഞു, അവിടെ 2 കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 കൂട്ടരും ദൈവവചനം കേൾക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും പോലെ. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ഈ 2 കൂട്ടം ആളുകളുമുണ്ട്. ഇവിടെ ഈ ഹോളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നു. നിങ്ങൾക്ക് കേൾവിയുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ? മത്തായി 7:24 വാക്യം. അതിനർത്ഥം കേട്ട് നിങ്ങളങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, അത് വീണുപോയില്ല. അതങ്ങനെ തന്നെ നിന്നു. അത് നിത്യതയ്ക്ക് വേണ്ടി നിലനിന്നു. എന്നാൽ മറ്റു ചിലർ, 26-ാം വാക്യം, ഇവർ പള്ളി പോകാത്തവരോ വേദപുസ്തകം വായിക്കാത്തവരോ അല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരോ അവനെതിരെ പറയുന്നവരോ അല്ല. ഇവർ വചനം കേൾക്കുന്നവരാണ്. എവിടുന്നാണ് ഈ വചനം കേൾക്കുന്നത്? എവിടുന്നാണ് അവർ വചനം കേൾക്കുന്നത്? വേദപുസ്തകത്തിൽ നിന്നും, അല്ലെങ്കിൽ അവർ പോകുന്ന സഭയിൽ നിന്നും. അവർ പോകുന്ന അമ്പലത്തിലല്ല, അവിടെ ദൈവവചനം പറയുന്നില്ലല്ലോ. ഇവരെ ക്രിസ്ത്യാനികളാണ്. അവരെ എൻ്റെ ഈ വചനം കേൾക്കുന്നവരാണ്, വേദപുസ്തകം വായിക്കുന്നവരാണ്. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അവരത് അനുസരിക്കുന്നില്ല. യേശു പറഞ്ഞു ലൂക്കോസ് 9:23, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ
അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അവരത് കേട്ടു, 10 പ്രാവശ്യം കേട്ടു. അവർക്ക് സ്വയത്തിന് മരിക്കുന്ന കാര്യത്തിൽ താല്പര്യമേ ഇല്ല. 25 കൊല്ലം മുമ്പ് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. ആ ദിവസം എൻ്റെ നിത്യത ഉറപ്പായി. എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. എൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. യേശു പറഞ്ഞത് അവരനുസരിക്കുന്നില്ല. അവർ ബുദ്ധിയില്ലാത്തവരാണ്. അവർ വീട് മണലിന്മേൽ പണിയുകയാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. ആ വീടിന്മേൽ അലിച്ചു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു അവൻ സ്വർഗത്തിലേക്ക് പോയെന്നു? നിത്യതയിലേക്ക് പോയ ഒരാളെ പറ്റി ഇങ്ങനെയാണോ പറയുന്നത്? അവൻ്റെ വീട് വീണ് തകർന്നു പോയി, എങ്കിലും അവൻ സ്വർഗത്തിലേക്ക് പോയി. അല്ല. എന്താണ് അവൻ ഇവിടെ പറയുന്നത്? 24-ാം വാക്യം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. 26-ാം വാക്യം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ. പ്രത്യേകിച്ച് മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന കാര്യം. നമ്മൾ ദൈവത്തിന് ഓരോ മനുഷ്യനെ പറ്റിയുള്ള പദ്ധതിയെപ്പറ്റി പഴയ നിയമത്തിൽ ഉൾപ്പെടെ നാം വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യോസെഫിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവവചനത്തിൽ ആരംഭകാലത്ത് തന്നെ ദൈവം ഉപയോഗിച്ച മനുഷ്യരിൽ ഒരാളായിരുന്നു യോസെഫ്. അവനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം, 17 വയസ്സുള്ളപ്പം, ഉൽപ്പത്തി 37 നമ്മളത് കാണുന്നുണ്ട്. അവൻ തൻ്റെ അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്നു. അവൻ്റെ അപ്പൻ അവനെ സ്നേഹിച്ചിരുന്നുകൊണ്ട് അവന് വിശേഷപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാനായിട്ട് കൊടുത്തു. ഉൽപ്പത്തി 37:3. ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വസ്ത്രം കാണിച്ച് മറ്റ് സഹോദരന്മാരുടെ മുമ്പിൽ അവൻ അവനെ തന്നെ പ്രശംസിച്ചു കാണും. നിങ്ങളെക്കാളൊക്കെ അപ്പൻ എത്രമധികം എന്നെ സ്നേഹിക്കുന്നു. അവന് 17 വയസ്സേ ഉള്ളൂ. അവനൊരു സ്വപ്നം കണ്ടു. അവനും അവൻ്റെ സഹോദരന്മാരും ഒരുമിച്ച് അവരുടെ കൃഷിസ്ഥലത്ത് അവർ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 7-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ്റെ കറ്റ എഴുന്നേറ്റ് മറ്റ് സഹോദരന്മാരുടെ കറ്റകളൊക്കെ അവൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇങ്ങനൊരു സ്വപ്നം ഉണ്ടായാലും മറ്റാരോടും നിങ്ങളിത് പറയരുത്. നിങ്ങളിത് പറയുമ്പം നിങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളാക്കുകയാണ്. മറ്റ് 10 സഹോദരന്മാരും ഇവനേക്കാൾ മൂത്തതാണ്. പിന്നെ അവന് മറ്റൊരു സ്വപ്നം ഉണ്ടായി. 9-ാം വാക്യം, ഈ സ്വപ്നത്തിൽ അവന് മൂത്ത സഹോദരന്മാരെ അല്ല അവൻ കാണുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു. അവൻ്റെ അപ്പനും അമ്മയും സഹോദരന്മാരും അവനെ നമസ്കരിക്കുന്നതായിട്ട്. അവൻ അതിൽ നിഗളം തോന്നി. യോസെഫിൻ്റെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അവൻ എത്രമാത്രം നീതിയോടെയാണ് ജീവിച്ചതെന്ന്. എന്നാൽ ഇവിടെ അവൻ്റെ പ്രശംസ നമ്മൾ കാണുന്നുണ്ട്. അത് അവൻ്റെ താഴ്ചയ്ക്കിടയാക്കി. ദൈവം അവനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവനെ ഒരു സീറോ ആക്കി മാറ്റി. അനേക വർഷങ്ങൾ ദൈവം അവനെ ഉപയോഗിച്ചു, 70-50 വർഷം. എന്നാൽ അതിനു മുമ്പ് ദൈവം അവനെ സീറോ ആക്കി. എങ്ങനെയാണ് അവനത് ചെയ്തത്? അവനെ ഒരു അടിമയാക്കി വിറ്റു. 13 വർഷം ദൈവം അവനെ ഒരു ജയിലിലാക്കി. ആ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ദൈവം അവനെ ഒരു പൂജ്യമാക്കി കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, ശരി, ഇനിയും ഞാൻ നിന്നെ ഉപയോഗിക്കും. ഈ സംഭവങ്ങളിലൂടെ നാം ചില കാര്യങ്ങൾ പഠിക്കണം. യോസെഫിൻ്റെ പിതാവായ യാക്കോബിനെ കുറിച്ച് ഞാൻ പറയാം. യാക്കോബിനെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ വളരെ കൗശലക്കാരനായിരുന്നു. തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ ജന്മാവകാശം അവൻ വഞ്ചിച്ചെടുത്തു. ഈ യാക്കോബ് എങ്ങനെയാണ് ദൈവം തന്നെക്കുറിച്ച് ആഗ്രഹിച്ച മനുഷ്യനായി അവൻ തീർന്നത്? തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നു. ഇസഹാക്കിൻ്റെ ഭവനത്തിൽ നിന്ന് അവന് ഓടിപ്പോകേണ്ടി വന്നത് അവൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ അവൻ്റെ ആടുകളെ അവൻ പരിപാലിച്ചു. അവിടെയും ചില സൂത്രങ്ങൾ അവൻ ഉപയോഗിച്ചു. അങ്ങനെ തനിക്ക് തന്നെ അവൻ ഒത്തിരി ആടുകളെ സമ്പാദിച്ചു. തൻ്റെ അമ്മാവൻ ലാബാനെ സൂത്രത്തിലൂടെ ചതിച്ച് വളരെ സമ്പന്നനായ ഒരാളായി. എന്നാൽ തൻ്റെ സഹോദരനായ ഏശാവ് തന്നെ കൊല്ലാൻ വരുന്നെന്നറിഞ്ഞപ്പം തൻ്റെ സ്വന്തം സഹോദരൻ്റെ ജന്മാവകാശം ചതിയിലൂടെ ഇവൻ സമ്പാദിച്ചതാണ്.
അല്പം പാൽപ്പായസം കൊടുത്തിട്ട് ലാബാനെ വഞ്ചിച്ച് ആടുകളെ കൈവശപ്പെടുത്തി. വളരെ ബുദ്ധിയുള്ള ഒരാൾ, കണ്ടാൽ ഒരു സാധാരണ മനുഷ്യൻ, എന്നാൽ വളരെ ബുദ്ധിയുള്ളവൻ. ഇതുപോലെയാണ് അനേക മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത്. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്നാൽ അത് നിറവേറ്റപ്പെടുന്നില്ല. എന്നാൽ യാക്കോബിനെ കുറിച്ച് നാം വായിക്കുന്നു, ഉൽപ്പത്തി 32:23, യാക്കോബ് തനിയെ ശേഷിച്ചു. ദൈവം ഇറങ്ങി വന്ന് അവനുമായിട്ട് മല്ലു പിടിച്ചു. എന്നാൽ അവൻ ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. ഇതിലൂടെ ദൈവം അവനോട് പറയുന്നത്, ഞാൻ നിന്നെ ചെറുതാക്കാനായിട്ട് നിന്നോട് ഇടപെടുകയാണ്, എന്നാൽ നീ അതിനെന്നെ അനുവദിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോടും കർത്താവ് പറയുന്ന അതായിരിക്കും. നിന്നെ ചെറുതാക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ ഞാൻ എത്ര സാഹചര്യങ്ങൾ അനുവദിച്ചു, എന്നാൽ നീ അതിന് തയ്യാറാകുന്നില്ല, നീ നുറുക്കപ്പെടുന്നില്ല. നീ ആയിരിക്കുന്നത് പോലെ വളരെ മത്സരമുള്ള ശക്തനായ ഒരാളായിട്ട് നീ തുടരുകയാണ്. നിന്നെപ്പറ്റി തന്നെ നീ മറ്റുള്ളവരെക്കാൾ ഉന്നതനായിട്ട് ചിന്തിക്കുന്നു. ശരി, എന്താണ് ദൈവം ചെയ്തത്? 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കുമാറാക്കി. അന്നു മുതൽ അവനൊരു മുടന്തനായ മനുഷ്യനായി മാറി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയും നീ ഇസ്രായേലിൽ നിന്ന് വിളിക്കപ്പെട്ടു. 28-ാം വാക്യം. ഈ മനോഹരമായ വാക്യം ശ്രദ്ധിക്കുക. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു, നീ ജയിച്ചുമിരിക്കുന്നു. അവൻ അപ്പോഴാണ് ദൈവം അവനെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രഭു. ഇതേ പാഠം തന്നെയാണ് ഇവിടെ. ഞാൻ നിങ്ങളെ എബ്രായ ലേഖനം 11 കൊണ്ടുപോകാം. എബ്രായ ലേഖനം 11 നാം അനേകം ആളുകളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ ദൈവം അനേകം അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്തു. നോഹ, അവൻ്റെ കുടുംബത്തെ ദൈവം ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് മുഖാന്തരം അവൻ ജാതികളുടെ പിതാവായി. മോശയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, അവന് ചെങ്കടലെ പിളർന്നു. 29-ാം വാക്യം. ചെങ്കടല് പിളർന്ന ദൈവത്തിൻ്റെ അത്ഭുത മനുഷ്യൻ. എരിഹോ മതിലിടിച്ച യോശുവ. 30-ാമത്തെ വാക്യം. 33-ാമത്തെ വാക്യത്തിൽ ചിലരെക്കുറിച്ച് പറയുന്നു, ചിലർ സിംഹങ്ങളുടെ വായ അടച്ചു, മരിച്ചവരിൽ നിന്ന് ചിലരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 35-ാം വാക്യം. വലിയ അത്ഭുതങ്ങളുടെ ഒരു അധ്യായമാണിത്. ഈ അത്ഭുതങ്ങളുടെ അധ്യായത്തിൽ മറ്റൊരു അത്ഭുതം നാം കാണുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 21-ാം വാക്യത്തിൽ യാക്കോബ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്നതായിട്ട്. അതെന്തൊരു അത്ഭുതമാണ്! എബ്രായ ലേഖനം 11 ഏറ്റവും വലിയ അത്ഭുതമെന്നാണ്. തന്നിൽ തന്നെ ആശ്രയിക്കരുതെന്ന് ദൈവം ഒരാളെ പഠിപ്പിക്കുന്നത്. അവൻ ആ വടിയിൽ ചാരുന്നത് തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. അവൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയിരുന്നതുകൊണ്ട് തുടർന്നുള്ള അവൻ്റെ ജീവിതത്തിൽ അവനൊരു ചെറുപ്പക്കാരനായിരുന്നു. ആ നാളുകളിൽ ആളുകൾ സാധാരണ 170-180 വർഷം ജീവിക്കുമായിരുന്നു. ആ നാളുകളിലെ മനുഷ്യൻ്റെ ആയുസ്സുമായിട്ട് തുലനം ചെയ്താൽ യാക്കോബ് ഒരു ചെറുപ്പക്കാരനായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ 25 വയസ്സുള്ള ഒരു മനുഷ്യൻ വടിയും കുത്തി നടക്കുന്നത്? അതവനെ എത്ര ചെറുതാക്കും. കർത്താവ്, 25 വയസ്സുള്ള ഞാൻ ഈ വടിയുമായിട്ട് നടക്കണോ? ആ വടി ചൂണ്ടിക്കാണിക്കുന്ന ഞാൻ സകല കാര്യത്തിനായിട്ടും കർത്താവിനെ ആശ്രയിക്കുന്ന ഒന്നാണ്. മോശയെപ്പറ്റി ചിന്തിച്ചേ. 40 വയസ്സുള്ളപ്പം അവൻ മിസ്രൈമിലെ ഒരു പ്രഭുവായിരുന്നു. ശക്തനായ ഒരു രാജകുമാരൻ, ഒരുപക്ഷെ അടുത്ത ഫറവോ ആകേണ്ടവൻ. എന്നാൽ ദൈവം അനുവദിച്ച സാഹചര്യത്തിലൂടെ അവന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ട വന്നു. അവിടെ അവൻ 40 വർഷത്തോളം തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. ആ ആടുകൾ അവൻ്റേതായിരുന്നില്ല, അവൻ്റെ അമ്മായിയപ്പൻ്റേതായിരുന്നു. അതിനെ പരിപാലിക്കുന്നതായിരുന്നു 40 കൊല്ലം അവൻ്റെ ജോലി. ചിന്തിച്ചു നോക്കൂ, ഭാര്യ വീട്ടിൽ 1 കൊല്ലം അവരോടൊപ്പം താമസിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. എന്നാൽ മോശ 40 കൊല്ലമാണ് അങ്ങനെ ജീവിച്ചത്. നിങ്ങളുടെ ആരെങ്കിലും ഭാര്യ വീട്ടിൽ 1 വർഷം തുടർച്ചയായിട്ട് അവരോടൊപ്പം ജീവിച്ചിട്ടുണ്ടോ? അടുത്ത ഫറവോനാകേണ്ട ശക്തനായ മോശയെ ദൈവം ചെറിയവനാക്കി. ഒരു ദിവസം മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അവന് സംസാരിക്കാൻ അറിയില്ലേ?
അപ്പോസ്തല പ്രവൃത്തി 7 വായിക്കുന്നത് 40-ാമത്തെ വയസ്സിൽ അവൻ വാക്കിൽ സമർത്ഥനായിരുന്നു. എങ്ങനെയാണ് വാക്കിൽ സമർത്ഥനായ ഈ മനുഷ്യനെ ഇത്രമാത്രം ചെറുതാക്കിയത്? അത് വ്യാജമായിട്ടുള്ളൊരു താഴ്മയായിരുന്നില്ല. ദൈവം അവനോട് പറഞ്ഞു, നീ പോവുക. അവൻ പറഞ്ഞു, ഇല്ല കർത്താവേ, നീ പോവുക, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. നീ പോയേ മതിയാവും. ഇല്ല കർത്താവേ, എനിക്ക് കഴിയില്ല. അവസാനം ദൈവം സമ്മതിച്ചു, അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അതിനുശേഷം എപ്പോഴും അഹരോനാണ് മോശയ്ക്ക് വേണ്ടി സംസാരിച്ചത്. അതിനുശേഷം ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ഒരു പരിധിയും ഇനിയില്ല. നിന്നെക്കൊണ്ട് ഞാൻ ഈ ചെങ്കടലിൽ പിളർക്കും. നിന്നിലൂടെ ആയിരിക്കും 40 വർഷം എല്ലാ ദിവസവും മന്ന ഞാൻ കൊടുക്കുന്നത്. എന്തൊക്കെ അത്ഭുതമാണ്! പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. എന്നാൽ ആദ്യം ദൈവത്തിന് അവനെ നുറുക്കണമായിരുന്നു. ദൈവവചനം മുഴുവനും ഇതേ കാര്യമാണ് നാം കാണുന്നത്. അത് പൗലോസിനെ മരുഭൂമിയിലേക്ക് അയച്ചതോ, അല്ലെങ്കിൽ മോശ 40 കൊല്ലം തൻ്റെ അമ്മായപ്പൻ്റെ വീട്ടിൽ ജീവിച്ച കാര്യമോ, അതുപോലെ യാക്കോബ് തൻ്റെ അമ്മായപ്പനോടൊപ്പം 20 കൊല്ലം ജീവിച്ചതോ. അത്ഭുതകരമല്ലേ? അനേക ആളുകളെ അവരുടെ ഭാര്യമാരുടെ വീടുകളിൽ അനേക നാളുകൾ പാർപ്പിച്ചുകൊണ്ട് അവരെ ശൂന്യരാക്കി തീർത്തത്. തൻ്റെ ജീവിത സന്ധാരണത്തിനായിട്ട് തൻ്റെ ഭാര്യയുടെ പിതാവിനെ ആശ്രയിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ അനുഭവമുണ്ടോ? നിനക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് സാമ്പത്തിക സഹായത്തിനായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ പിതാവിനെ ആശ്രയിക്കുക. 1-2 വർഷമല്ല, അനേകം വർഷങ്ങൾ. അത് എത്രമാത്രം നിങ്ങളെ താഴ്മയുള്ളവനാക്കി തീർക്കും. ഇസ്രയേലിലെ വലിയ മനുഷ്യരും നാം കാണുന്ന പലരെയും താഴ്മയുള്ളതാക്കിയത് ഇപ്രകാരമാണ്. യാക്കോബ് ഇസ്രയേലായത്, മോശയും അതുപോലാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു. നിങ്ങൾ അതിനോട് എതിർത്ത് നിന്നാൽ ദൈവത്തിന് അത് കഴിയില്ല. പുതിയ നിയമത്തിലും ഇതേ പ്രമാണം തന്നെയാണ്. യേശുവും തകർക്കപ്പെടേണ്ടതുണ്ടായിരുന്നോ? നമുക്കറിയാം, യേശു ഒരിക്കലും മത്സരിയായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവൻ അനുസരണമുള്ളവനായിരുന്നു. എന്നാൽ അവനും താഴ്മയുടെ വഴിയോട് നടക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, 30 വർഷം യേശു അപൂർണരായിട്ടുള്ള മാതാപിതാക്കളോടൊപ്പം പൂർണ്ണമായ അനുസരണത്തോടെ ജീവിക്കാനായിട്ട് പിതാവ് അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യോസേഫും മറിയയും പൂർണ്ണരായിരുന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ യേശു അവരെ പൂർണ്ണമായി അനുസരിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ചില സാഹചര്യങ്ങളിൽ യോസഫും മറിയയും ചിന്തിച്ചു കാണും, ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ 12 വയസ്സുള്ള യേശുവിന് യോസഫിനേക്കാളും മറിയേക്കാളും എത്രയോ അധികം ജ്ഞാനമുണ്ട്. യോസഫ് മറിയയും പറയുന്നതിനേക്കാൾ മെച്ചമായിട്ടത് ചെയ്യാൻ യേശുവിനറിയാം. അവർ യേശുവിനോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുക. അവനത് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അത് ചെയ്യാൻ മെച്ചപ്പെട്ട 10 വഴികൾ അവൻ അറിയാമായിരിക്കുമ്പോൾ തന്നെ. അതാണ് താഴ്മ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുക. പിതാവ് യേശുവിനെ പരിശീലിപ്പിച്ച അങ്ങനെയാണ്. എനിക്ക് ചിന്തിക്കാൻ കഴിയും, ഇതുപോലുള്ള എത്രയോ അധികം സാഹചര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടായി കാണാം. ഇപ്പം നമ്മൾ കണ്ട ആ വീഡിയോയിൽ കാണുന്ന പോലെ മറിയയും ജോസഫും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് കാണാം. എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പോലെ അവർക്കിടയിലും വാദപ്രതിവാദം ഉണ്ടായി കാണാം. അവർ തമ്മിൽ വാദപ്രതിവാദം ഉണ്ടായത് കണ്ടിട്ട് അവർക്ക് ബഹുമാനം കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് പാപമായി തീരുമാനിച്ചു. കാരണം മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഈ മാതാപിതാക്കളെ വാദപ്രതിവാദത്തിന് ശേഷം യേശുവിനോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവനത് ചെയ്യും. അതവൻ്റെ താഴ്മയാണ്. അവൻ്റെ ആ താഴ്മ, അതാണ് നമ്മുടെ മാതൃക. അതുപോലെ അവൻ്റെ ബന്ധുക്കളിൽ നിന്നും അവൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാകും. മർക്കോസ് 7 നാം വായിക്കുന്നുണ്ട്, യോഹന്നാൻ 7 അവൻ്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല എന്ന്. അവൻ്റെ ഇളയതായിട്ട് 4 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. മർക്കോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവരവനെ വിശ്വസിച്ചില്ല. നോക്കൂ, മറിയയ്ക്കറിയാമായിരുന്നു ഇവൻ ദൈവപുത്രനാണെന്ന്. അവൾ കന്യകയായിരിക്കുമ്പോഴാണ് അവൻ ജനിച്ചതെന്ന്. മറിയ തൻ്റെ മറ്റു മക്കളോട് പറഞ്ഞു കാണുകയല്ലേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ ഇത് ദൈവപുത്രനാണ്. അവർ പറഞ്ഞു കാണും, എന്തൊരു തമാശ, അമ്മയെ വെറുതെ കഥ പറയല്ലേ, ഞങ്ങൾക്കറിയാം, ഇവൻ ഞങ്ങളെപ്പോലെ, നോക്കിയേ, ഒരു വ്യത്യാസവുമില്ല. അവരവനെ കളിയാക്കി കാണും, പരിഹസിച്ച് കാണും, അവനെ കളിയാക്കി ചിരിച്ചു കാണും, അവനെ ഉപദ്രവിച്ചു കാണും. നമുക്കറിയാമല്ലോ ചെറുപ്പക്കാരെങ്ങനെ ആയിരിക്കുമെന്ന്. പ്രത്യേകിച്ച് മാന്യമായി നന്നായി പെരുമാറുന്ന ഒരാളോട്, അത് സ്കൂളിലായാലും അവർ ഒരുമിച്ച് കൂടി അവനെ ശല്യം ചെയ്യാൻ നോക്കും. എന്നിട്ടും അസ്വസ്ഥനാകുന്നില്ല എന്ന് കാണുമ്പോൾ അവരത് വെല്ലുവിളിയായിട്ടെടുക്കും. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ, അസ്വസ്ഥനാക്കി അവനെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ. യേശുവിനോട് അങ്ങനെ ചെയ്യാൻ അവർ നോക്കിക്കാണും.
എങ്കിലും ഒരിക്കലും അവൻ കോപിച്ചില്ല. അതവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച് കാണും. അവനെ ഉപദ്രവിച്ച് കാണും. നിങ്ങൾക്കറിയാലോ കുഞ്ഞുങ്ങളെങ്ങനെയാണെന്ന്. അതിനോട് ഒരിക്കലെങ്കിലും അവൻ പ്രതികരിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്യുമായിരുന്നു. എങ്കിലും അവന് നമ്മളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. യേശുവിൻ്റെ 30 വർഷത്തെ ജീവിതത്തെപ്പറ്റി എത്രയോ വർഷങ്ങൾ ഞാൻ ധ്യാനിച്ച് നോക്കിയിട്ടുണ്ട്. 3.5 വർഷത്തെ ജീവിതം വ്യക്തമായിട്ട് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ വിളിച്ചത് അത്ഭുതം ചെയ്യാനോ 5000 പേർക്ക് അപ്പം കൊടുക്കാനോ അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യത്തിൽ യേശുവിനെ അനുഗമിക്കാൻ എനിക്ക് കഴിയും. വെള്ളത്തിന് മീതെ നടക്കാൻ എനിക്ക് കഴിയില്ല. യേശു പ്രസംഗിച്ച പോലെ പ്രസംഗിക്കാൻ എനിക്ക് കഴിയില്ല. ഗിരിപ്രഭാഷണത്തിൽ പ്രസംഗം പറയാൻ ആർക്ക് കഴിയും? എനിക്കൊരിക്കലും കഴിയില്ല. കർത്താവ്, എന്നാൽ ഒരു മേഖലയിൽ എനിക്ക് എന്നെ അനുഗമിക്കാൻ കഴിയും. അത് അങ്ങ് വീട്ടിൽ ജീവിച്ചതുപോലെ ഒരു തച്ചനായി. യേശുവിന് 15 വയസ്സാകുന്നതിന് മുമ്പ് അവൻ്റെ പിതാവ് യോസഫ് മരണമടഞ്ഞു കാണും. പിന്നെ 15 കൊല്ലം യേശു ആയിരിക്കും ആ വീട്ടിലെ കാര്യങ്ങൾ നടത്തിയത്. ഞാൻ ഉദ്ദേശിച്ച അവൻ്റെ വീട്ടിലെ ചെലവുകളും അമ്മയുടെ കാര്യവും അവൻ്റെ 6 സഹോദരി സഹോദരന്മാരുടെ കാര്യവും ആ 8 കുടുംബാംഗങ്ങൾക്ക് വേണ്ടത്. ഒരു ചെറിയ ഭവനമാണ് അവൻ്റെ. എല്ലാവരും ഒരു മുറിയിലെ തറയിൽ കിടന്നായിരിക്കും ഉറങ്ങുന്നത്. എനിക്കതേപ്പറ്റി അറിയാം. ഞാൻ സുവിശേഷ വേല ചെയ്ത് കൂടുതലും ദരിദ്ര ഗ്രാമങ്ങളിലാണ്. ചില വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു മുറി, അതുതന്നെയാണ് അവരുടെ കിടപ്പുമുറി, സ്വീകരണമുറി, എല്ലാം അതാണ്. ആ മുറിയിലാണ് അവർ ജീവിക്കുന്നത്. യേശു ജീവിച്ചത് ഇതുപോലെ ഒരു വീട്ടിലായിരിക്കാം. ദൈവം അനുവദിച്ചിട്ടാണത്. അങ്ങനെ യേശു നമ്മുടെ മാതൃകയായി. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, തൻ്റെ ഇളയ സഹോദരന്മാർ തന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ യേശു എങ്ങനെയാണ് അതിനെ ജയിച്ചത്? എനിക്കവനെ അനുഗമിക്കണമെങ്കിൽ അത് ഞാൻ അറിഞ്ഞിരിക്കണം. എനിക്ക് കർത്താവിനെ അനുഗമിക്കണം. അതുകൊണ്ട് യേശു ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പം, മറ്റുള്ളവർ അവനോട് അന്യായം ചെയ്തപ്പം അവൻ അവിടെ എങ്ങനെയാണ് നിന്ന് അതേ കൃപ ദൈവത്തിന് എനിക്കും തരാൻ കഴിയും. ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ മറ്റുള്ളവരെ എതിർക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ, അവരുടെ പാപങ്ങളെ തുറന്നു കാണിക്കേണ്ടി വരുമ്പം, പ്രസംഗിക്കുന്നവരുടെ കപടഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവരും ഇതുപോലെ എന്നോട് ചെയ്യും. അപ്പം മിണ്ടാതിരിക്കാനുള്ള കൃപ എനിക്ക് വേണം. ഞാനിത് പഠിച്ച യേശുവിൽ നിന്നാണ്. അവനെതിരെ ആളുകൾ പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. തന്നെ ശകാരിച്ചിട്ടും അവൻ പകരം ശകാരിച്ചില്ല. ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം പരമേൽപ്പിക്കാത്രേ ചെയ്തത്. അത് പീലാത്തോസിൻ്റെ ആളുകൾ അവനെ ചാട്ടവാർ അടിച്ചപ്പോൾ മാത്രമായിരുന്നില്ല. അല്ല, 30 കൊല്ലം അവൻ വീട്ടിൽ ജീവിച്ചപ്പോഴും അങ്ങനായിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ പീലാത്തോസിൻ്റെ ആളുകൾ അവനെ ചാട്ടവാർ അടിക്കുന്നതിന് വളരെ മുമ്പ് അവിടെ തന്നെ അവൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം അവിടെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇത് യാക്കോബിൻ്റെയോ മോശയുടെയോ പൗലോസിൻ്റെയോ കാര്യം മാത്രമല്ല. യേശുവും ഈ പരിശീലനത്തോട്ട് കടന്നുപോയി. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ ആ പരിശീലനത്തിൽ അവൻ പരിശോധിക്കപ്പെടുകയും താഴ്മ പഠിക്കുകയും ചെയ്തു. 1-2 പരീക്ഷകളല്ല, വർഷങ്ങളായുള്ള പരിശീലനം. അതിനുശേഷം ഒരു ദിവസം പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ സ്നാനപ്പെട്ടപ്പം ഞാൻ ഓർക്കുന്നു, അനേക പ്രാവശ്യം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവേ, യേശു കർത്താവേ, നിനക്കിതെന്നെപ്പറ്റി പറയാൻ കഴിയുമോ? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിതാവ് പറഞ്ഞല്ലിത്. 30 കൊല്ലത്തോളം അവൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ട ശേഷമാണ് പിതാവ് ഇത് പറഞ്ഞത്. 3 കൊല്ലം കഴിഞ്ഞപ്പോഴല്ല ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അവൻ്റെ സ്കൂളും കോളേജും കഴിയാൻ 30 വർഷമെടുത്തു. എന്നിട്ടാണ് പിതാവ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെയാണ് അവന് ശുശ്രൂഷ കിട്ടിയത്. സഹോദരന്മാരെ, നമുക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ചിലർ ചിന്തിക്കുന്നത്, ഇപ്പോൾ എനിക്ക് സത്യമൊക്കെ അറിയാം, ഞാൻ വേദപുസ്തകം വായിക്കാറുണ്ട്, പല മെസ്സേജുകൾ കേട്ടു, എനിക്കിപ്പോൾ അതൊക്കെ പറയാനറിയാം, ഞാനിനിയും സഭയെ നയിക്കാൻ പോവാണ്, ഞാനിനിയും കർത്താവിൻ്റെ ശരീരം പണിയും. നീ എന്തായിരിക്കും പണിയുന്നു? അതൊരു ബാബിലോണിയ സഭയായിരിക്കും. ദൈവം നിന്നെ തകർക്കുന്നില്ലെങ്കിൽ. ഞാൻ ചിന്തിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റിയും ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും. എന്നാൽ താഴ്മയിലൂടെ നുറുക്കത്തിലൂടെ അല്ലാതെ ഇത് സംഭവിക്കുകയില്ല. കാരണം താഴ്മയുള്ളവർക്കാണ് ദൈവം തന്നെ കൃപ കൊടുക്കുന്നത്. നാം എല്ലാം ചിന്തിക്കുന്നത് നാം താഴ്മയുള്ളവരെന്നാണ്. എന്നാലല്ല, ദൈവം അത് നമ്മെ കാണിച്ചു തരണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം പെട്ടെന്ന് നമ്മുടെ നീളം കാണിച്ചു തരും. ദൈവം നിൻ്റെ നീളം നിന്നെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയും, അവൻ ഒരിക്കലും നിന്നോട് സംസാരിച്ചിട്ടില്ല. നിരന്തരമായിട്ട് എൻ്റെ ഉള്ളിലുള്ള നീളം ദൈവം എന്നെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു.
ഞാൻ യേശുക്രിസ്തുവിനെ പോലെ പൂർണ്ണമായി ആകുന്നത് വരെ അവൻ എൻ്റെ നിഗളം എന്നെ കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ല എന്ന് സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. അങ്ങനെ ആകാനാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ പൂർണ്ണമായും ഞാൻ അങ്ങനെ ആയിട്ടില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം. യോഹന്നാൻ്റെ ലേഖനം 1:3. 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അത് നിശ്ചയമാണ്. നാം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നാം വീണ്ടും ജനിച്ചു. നമ്മൾ ദൈവമക്കളായി. എന്നാൽ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന ആ കാര്യം? അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനോട് സദൃശന്മാരാകും. ഒരു ദിവസം നാം യേശുവിനെ പോലെ ആകും. നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമായിട്ടും യേശുവിനെ പോലെ. നിഗളത്തിൻ്റെ ഒരു തരി പോലും നമ്മളിൽ കാണുകയില്ല. ധാർഷ്ട്യത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും, അസൂയയോ കയ്പിൻ്റെ ഒരു കണിക പോലും, ക്ഷമിക്കാത്ത മനോഭാവമോ, ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് ചേരാത്തതൊന്നും, അതിൻ്റെ ഒരു കണിക പോലും. നാം പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെയാവും. എന്നാൽ ഇപ്പം നമ്മൾ അങ്ങനെയല്ല. അവൻ രണ്ടാമത് വരുമ്പോഴേ നാം പൂർണ്ണമായിട്ടും അവനോട് സദൃശരാകുള്ളൂ. 2-ാം വാക്യം. നാം അവനെ കാണുമ്പോൾ. അതുകൊണ്ട് ആ ദിവസം വരെ നാം ചെയ്യേണ്ടത് എന്താ? വെറുതെ കാത്തിരിക്കുകയാണോ? അല്ല. 3-ാം വാക്യം. അവനിൽ ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ ഒരിക്കൽ അവനെ പോലെ ആകുമെന്നുള്ള പ്രത്യാശ. എങ്കിൽ നാം എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതെ അലസമായിരിക്കുകയല്ല. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ നിർമ്മലിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ചോദ്യം എന്നാണ്, സഹോദരൻ നീ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് താഴ്മയുടെ ആ മേഖലയിൽ നിങ്ങളിലുള്ള എല്ലാ നിഗളത്തിൽ നിന്നും നിങ്ങൾ നിർമ്മലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ പൂർവ്വപിതാവായ ആദാമിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ധാർഷ്ട്യത്തിൽ നിന്ന് ആ നിഗളത്തിൻ്റെ ആത്മാവ് പിശാച് അവനിലേക്ക് കുത്തിവെച്ചതാണ്. ഇൻ്റർനെറ്റിൽ അശ്ലീല ചിത്രം കാണുന്നതല്ല ഏറ്റവും മോശപ്പെട്ട പാവം. അത് വളരെ മോശപ്പെട്ട പാവമാണ്. എന്നാൽ നിഗളം അതിലും വലുതാണ്. നാം അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. എനിക്ക് പറയാൻ കഴിയില്ല കർത്താവെ എന്നെ അങ്ങനെ ആക്കണമെന്ന്. നാം ആ ശുദ്ധീകരണം പ്രാപിക്കണം. ഞാൻ എന്നെ തന്നെ താഴ്ത്തണം. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. 1 പത്രോസ് 5 എന്താ പറയുന്നത്? ആറാം വാക്യം. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവം നിന്നെ താഴ്ത്താനല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ. അതിനർത്ഥം നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക സാഹചര്യം ഒരുക്കുമ്പോൾ നീ നിന്നെ താഴ്ത്തണം. നിനക്കെതിരെ വ്യാജ കുറ്റാരോപണം നടത്തുമ്പോൾ നിൻ്റെ വായി നീ അടച്ചു വെക്കണം. ആരെങ്കിലും നിന്നോട് കോപിച്ചാൽ വായി മൂടി വെക്കുക. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്ത്യയിൽ ഒരു സ്കൂട്ടർ ഓടിക്കാറുണ്ടായിരുന്നു. എനിക്ക് കാറ് മേടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു സ്കൂട്ടറാണ് ഉപയോഗിച്ചത്. 42 കൊല്ലം ഞാനത് ഉപയോഗിച്ച്. ഇന്ത്യയിൽ റോഡിലെ നിയമങ്ങൾ ആളുകൾ പാലിക്കാറില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. വ്യാജ കുർബ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. അതുകൊണ്ട് റോഡിൽ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ ആരാണ് ശരി? അവിടെ ആളുകൾ ചിന്തിക്കുന്നത് ആരുച്ചത്തിൽ ബഹളം ഉണ്ടാക്കുമോ അവൻ്റെ ഭാഗമാണ് ശരി. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ അനേക പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. 2 സ്കൂട്ടർ കൂട്ടിമുട്ടിയാൽ 2 പേരും ബഹളം ഉണ്ടാക്കും. 2 പേരും അവരാ ശരിയെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും അവരവിടെ തന്നെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഞാനെന്ത് ചെയ്യണം? ഒരുപക്ഷെ എൻ്റെ തെറ്റുകൊണ്ടല്ല ഒരു അപകടം ഉണ്ടായത്. ഞാൻ തീരുമാനിച്ചു, ശ്രദ്ധിക്കാതെ അവർ വന്ന് എൻ്റെ സ്കൂട്ടറിൽ ഇടിച്ചാലും അത് സംഭവിച്ചാൽ ഉടനെ തന്നെ അത് 100% അവൻ്റെ കുറ്റമായാൽ പോലും ഞാൻ പറയും, സാറേ ക്ഷമിക്കണം. അവൻ സന്തോഷത്തോട് പറയും, ഓ ശരി, നമുക്ക് പോവാം. അവനറിയാം അവൻ്റെ തെറ്റാണെന്ന്. എന്നാൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തിയപ്പം അവന് സന്തോഷമായി. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ അവൻ്റെ മുന്നിൽ താന്നു കൊടുത്താൽ അവന് വലിയ സന്തോഷം തോന്നും. പലതരം ശണ്ടയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. നീ നിന്നെ താഴ്ത്തിയാൽ മതി. നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ. നീ ഒരു കള്ളം പറയണമെന്നല്ല, ഞാനതല്ല ചെയ്യുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പൂർണ്ണനല്ല.
അതുകൊണ്ട് എവിടെയും താഴാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ്. 16 കൊല്ലം ഞാൻ നിരാശപ്പെടുന്ന ഒരാളായിരുന്നു. ദൈവം എന്നെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുവിച്ചു. പൂർണ്ണമായിട്ടും അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. വിചാരപ്പെടുന്നതിന് ഞാൻ അനേക വർഷം അടിമയായിരുന്നു. അതിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി. 55 വർഷമായിട്ട് എൻ്റെ ഭാര്യയോടൊപ്പം ഒരു നല്ല കുടുംബജീവിതം ദൈവം എനിക്ക് തന്നു. ഞങ്ങളുടെ ഭവനം സ്വർഗത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ്. ഞാൻ എൻ്റെ ഭാര്യയെ സഹിക്കുകയല്ല, അവളിൽ സന്തോഷിക്കുകയാണ്. അവൾ പൂർണ്ണയല്ല, ഞാനും പൂർണ്ണനല്ല, ആരും പൂർണ്ണരല്ല. എന്നാൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാനായിട്ട് ഞങ്ങൾ പഠിച്ചു. എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാരുടെ കാര്യത്തിലും എൻ്റെ ഇളയ മകനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു തെറ്റ് പറ്റിയാൽ ഞാൻ ഓർക്കുന്ന ഒരിക്കൽ അവിടെ ബാംഗ്ലൂരിൽ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായി. 17-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ആളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, നോക്ക്, നീ അത് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടായിരുന്നു. പിന്നെ ആരോ എന്നോട് പറഞ്ഞു, അത് അവൻ്റെ തെറ്റായിരുന്നില്ല, മറ്റാരുടെ അത് പശ കാണും, മറ്റൊരു ഉപകരണത്തിൽ പറ്റിയ പാളിച്ച, അത് കാരണമാണ്. ഞാൻ അപ്പം തന്നെ അവൻ്റെ അടുക്ക ചെന്നു. അവനെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാണ്, എന്നോട് ക്ഷമിക്കണം. ഏത് മനുഷ്യനോടും ഇപ്രകാരം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്, ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും. കാരണം ഞാൻ പൂർണ്ണനല്ല. ഏത് തരത്തിലുള്ള ആളായാലും അവരോട് ക്ഷമ ചോദിക്കാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ പറയുന്നത് ഞാൻ പൂർണ്ണനല്ല എന്നാണ്. ഞാനും തെറ്റ് പറ്റുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ ഒരു കാര്യം തെറ്റായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാകാം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം വളരെ ആനന്ദപൂർണ്ണമാണ്. ഞാൻ സന്തുഷ്ടനായ ഒരാളാണ്. ഞാൻ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നു. ആരെങ്കിലും എന്നോട് പറഞ്ഞതോ ചെയ്തതോ ഓർത്ത് ഞാൻ കിടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കത്തില്ല. എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ നീ ഈ ലോകം വിട്ട് അവനെ മുഖാമുഖം കാണുന്നതിന് മുമ്പ് നിന്നിൽ കൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുമില്ല. എൻ്റെ ഒരേ ഒരാഗ്രഹം, ഞാൻ അവനെ മുഖാമുഖം കാണുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി എനിക്ക് പൂർണ്ണമായിട്ടും നിറവേറ്റണം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് എന്നെ പറ്റിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, നിങ്ങളെ എല്ലാവരെക്കുറിച്ചും. സങ്കീർത്തനം 139. സങ്കീർത്തനം 139 16 വാക്യം. അതിനു മുമ്പ് 13 വാക്യത്തിൽ നാം വായിക്കുന്നു, നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. ഇത് പറഞ്ഞ ശേഷം 16 വാക്യത്തിൽ, ഞാൻ ഭിണ്ണാകാരമായിരുന്നപ്പം, അതിനർത്ഥം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു പൊട്ടുപോലെ ആയിരുന്നപ്പം, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആ സമയത്ത് തന്നെ നിൻ്റെ പുസ്തകത്തിൽ എന്നെ പറ്റി എഴുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ നീ അവ എഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ ഭൂമിയിൽ ജനിക്കുന്ന ആ ദിവസത്തിന് മുമ്പ്. ഇതാണ് ആ പറയുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ജീവിക്കേണ്ട ഓരോ നാളും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും ഞാൻ എൻ്റെ ലോക ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നും അവൻ്റെ പുസ്തകത്തിലുണ്ട്. എത്ര അത്ഭുതകരമായ ഒരു വാക്യമാണ്. എൻ്റെ ജീവിതം മുഴുവനും അതിനോടുള്ള എൻ്റെ പ്രതികരണം ഇതിൻ്റെ 24 വാക്യത്തിൽ പറയുന്ന പോലെ ആയിരിക്കണം. 23, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണേ. മറ്റൊരു വാക്കിൽ, നിൻ്റെ പദ്ധതി എന്നിൽ നടത്തണേ. ലിവിങ് ബൈബിളിൽ അത് വായിക്കുന്നത്, ഈ വാക്യങ്ങളെ ഞാനിരിക്കുന്ന മേശയ്ക്ക് മുന്നിൽ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ലിവിങ് ബൈബിളിൽ അത് വായിക്കുന്നത് പോലെ, കർത്താവേ, അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം എന്നിലുണ്ടെങ്കിൽ അതെന്നെ കാണിക്കണേ. അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം എന്നിലുണ്ടെങ്കിൽ അതെന്നെ കാണിക്കണേ. ഞാൻ എൻ്റെ മേശയ്ക്ക് മുമ്പിൽ ഇരിക്കുന്ന എപ്പോഴും അത് കാണത്തക്കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം എന്നിലുണ്ടെങ്കിൽ അതെന്നെ കാണിക്കണേ. എന്തും അങ്ങയ്ക്ക് കോപമുണ്ടാക്കുന്നതല്ല,
എന്നോട് ദൈവം കോപിക്കുന്നില്ല. ചിലപ്പോൾ അവന് ദുഃഖം തോന്നും. ചില കാര്യങ്ങളോടുള്ള എൻ്റെ മനോഭാവത്തിൽ, ചിലരോട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ കർത്താവെ എന്നെ കാണിക്കണേ, ഞാൻ അപ്പം തന്നെ അതിൽ മാനസാന്തരപ്പെടും. ഞാൻ അവനൊരു കത്തയക്കുകയോ അവനെ വിളിക്കുകയോ അല്ലെങ്കിൽ അവനെ അവിടെ പോയി കാണുകയോ ഞാൻ അതപ്പം തന്നെ പരിഹരിക്കും. അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ഏത് കാര്യത്തിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. യേശു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം യോഹന്നാൻ 17 പറഞ്ഞു, നമ്മളെല്ലാവരും ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാൻ 17:4 വായിക്കാം. ഇങ്ങനെയാണ് യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയത്. അത്ഭുതം ചെയ്തോ വെള്ളത്തിന് മീതെ നടന്നുമല്ല, അല്ല, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. അവൻ ചൈനയിലോ ആഫ്രിക്കയിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയോ ഇല്ല. ഇസ്രയേൽ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്തിന് വെളിയിൽ അവൻ അപൂർവമായിട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അവൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ നീ ലോകം മുഴുവൻ പോകണ്ട. അനേക ആളുകൾ പറയാറുണ്ട്, എനിക്കിവിടെ യാത്ര ചെയ്യണം, അവിടെ ദൈവവേല ചെയ്യണം, ഇവിടെ ദൈവവേല ചെയ്യണം. എനിക്കതിനൊരാഗ്രഹവുമില്ല. എനിക്ക് പിതാവ് തന്ന വേല തികയ്ക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ രക്ഷകൻ വളരെ ചെറിയൊരു ലോകത്തിലാണ് അവൻ്റെ ജീവിതം മുഴുവനും ചെലവഴിച്ചത്. അവധി ആഘോഷിക്കാൻ അവൻ റോമിൽ പോയിട്ടില്ല. ഒരു വർഷം മുഴുവനും കഠിനമായ ജോലി ചെയ്തിട്ട് അവൻ പറഞ്ഞില്ല, ഒരാഴ്ച അവധിക്ക് റോമിൽ പോവാണ്. നിങ്ങൾക്കറിയാലോ, ഇവിടെ അവിടെയൊക്കെ പ്രസംഗകർ അവധി ആഘോഷിക്കാൻ പോകുന്നു. അതിന് അർഹതയുള്ള ഒരേ ഒരാൾ യേശുവായിരുന്നു. തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അവൻ ഒരിക്കലും അവധി എടുത്തില്ല അവധി ആഘോഷിക്കാനായിട്ട്. റോമിൽ പോയാൽ അത് പാവമാവുകയല്ലായിരുന്നു, അവൻ എവിടെ വേണേലും പോകാമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വേല തയ്ക്കണം. ഞാൻ ഒരാഴ്ച അവധി എടുത്ത് റോമിൽ പോയാൽ ഒരാഴ്ച എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അവൻ അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കും അതുപോലെ ആകണം. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരു ദിവസം പോലും എൻ്റേതല്ല. അങ്ങനെയാണ് അവനെ പിതാവ് ഏൽപ്പിച്ച വേല അവൻ ചെയ്തു തീർത്തത്. അവൻ്റെ ജീവിതത്തിൽ അവന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ചില പ്രത്യേക ജോലിക്കായിട്ടാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത്. അതിൽ 30 വർഷം എൻ്റെ വീട്ടിൽ ഞാൻ ജീവിക്കുന്നതായിരുന്നു. അതിൽ കുറച്ച് ഒരു മരപ്പണിക്കാരനായിട്ട് അവിടെ അവൻ്റെ ജോലി ചെയ്തു. അവിടെ ഒരു സാധാരണ ജീവിതമാണ് ജീവിച്ചത്. യെശയ്യാ 53:4 യേശുവും രോഗിയായിട്ടുണ്ടെന്ന് വായിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെടുന്നത്? രോഗിയാകുമ്പോൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടാറുണ്ടോ? എബ്രായർ 4:16 പറയുന്നു, അവനും നമ്മെപ്പോലെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. രോഗം നാം പരീക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാന മേഖലയാണ്. പാപം കൊണ്ടുണ്ടാകുന്ന രോഗമല്ല. ഞാൻ ഉദ്ദേശിച്ചത്, യേശു ഒരു മുള്ളിൽ ചവിട്ടിയാൽ അവൻ്റെ കാലിൽ അത് കയറുമായിരുന്നു. അത് സംഭവിച്ചത് യേശു പാപം ചെയ്തുകൊണ്ടല്ല, അത് ഈ ലോകം ശാപം നിറഞ്ഞതായതുകൊണ്ടാണ്. ഇവിടെ യെശയ്യാ 53:3 അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന് വായിക്കുന്നു. ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തവർ രോഗങ്ങളെന്ന് വിവർത്തനം ചെയ്യാൻ ധൈര്യമില്ലാതെ ദുഃഖങ്ങളെന്ന് വിവർത്തനം ചെയ്തു. എന്നാൽ അതേ വാക്യങ്ങൾ മത്തായി 8 രേഖപ്പെടുത്തിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ എടുത്തു എന്നാണ്. ആ കാര്യത്തിൽ യേശു പരീക്ഷിക്കപ്പെട്ടു. അവനെപ്പറ്റിയുള്ള പിതാവിൻ്റെ പദ്ധതി അവൻ പൂർണ്ണമാക്കി. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ എല്ലാവരെയും പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ സത്യത്താൽ ഞാൻ വളരെയധികം പിടിക്കപ്പെട്ടു. എനിക്ക് ഏതാണ്ട് 30 വയസ്സാകുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഇരുചക്ര വാഹനം, അത് സ്കൂട്ടറല്ല, അതിനേക്കാൾ ചെറുതാണ്, അതിനെ മൊപ്പടെന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. ഞാൻ ഒരു റെയിൽവേ ക്രോസിംഗ് കടന്നു പോവുകയായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നില്ല, ഒരാൾ അത് പൊക്കി കൊടുക്കണം. ഈ കാലത്ത് സാധാരണ ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ്. അന്ന് മാനുവലായിട്ട് ഒരാൾ പൊക്കുകയും താക്കുകയും ചെയ്യണം. അവർ ഒരു ഗേറ്റ് പൊക്കും, പിന്നെ അടുത്ത ഗേറ്റും പൊക്കും. അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ റെയിൽവേ ക്രോസിങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ ആ ഗേറ്റ് തുറക്കാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യത്തെ കടന്ന് രണ്ടാമത്തെ ഗേറ്റിലെത്തിയപ്പം പെട്ടെന്ന് അത് താത്തു. ഞാൻ ചെന്ന് പെട്ടെന്ന് താത്ത ആ ബാറിൽ പോയി ഇടിച്ചു. ഞാൻ സ്കൂട്ടറിൽ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് തെറിച്ച് വീഴാനിടയായി. എൻ്റെ തലയോട്ടിക്ക് ചെറിയ ക്രാക്കുണ്ടായി. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. എന്നാൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് ആരോ എന്നെ അവിടുന്ന് എടുത്ത് മാറ്റി. അങ്ങനെ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഞാൻ വീട്ടിൽ ചെന്നപ്പം ഞാൻ അപ്പോൾ തന്നെ ദൈവത്തോട് പറഞ്ഞതാണ്,
ഞാനവിടെ മരിക്കാമായിരുന്നു. ഇത് 37 കൊല്ലം മുമ്പാണ്. ക്ഷമിക്കണം, 31 കൊല്ലം മുമ്പ്. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിന് ഞാൻ ഇതുവരെയും അങ്ങയോട് നന്ദി പറഞ്ഞു തീർത്തിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി മരിച്ചതിന് നന്ദി എന്ന് പറയുകയാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭനാൾ മുതൽ. ഞാനത് പൂർത്തിയാക്കിയിട്ടില്ല. ഇതുവരെ നന്ദിയുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആ വാക്ക് പൂർത്തിയാക്കണം. അതിനു മുമ്പ് എങ്ങനെ എൻ്റെ ജീവിതം അവസാനിക്കും? ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നന്ദി എന്ന വാക്ക് പൂർണ്ണമായിട്ടും പറയണം. എനിക്ക് തന്ന ആയുസ്സിനായിട്ട് സ്തോത്രം. 31 കൊല്ലം കൂടെ ദൈവം എനിക്ക് കൂടുതൽ തന്നു. ദീർഘനാൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നാൽ എൻ്റെ ഒരേ ഒരു ആഗ്രഹം, അങ്ങയ്ക്ക് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെപ്പറ്റി ഉണ്ടായിരുന്ന എല്ലാ പദ്ധതിയും എനിക്ക് നിറവേറ്റണം. സാക് പുന്നനെ പറ്റിയുള്ള എൻ്റെ പദ്ധതികൾ ഇതാണ്. ഈ ദിവസമാണ് അവൻ ജനിക്കേണ്ടത്. ഈ ദിവസമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കർത്താവ് വന്നതിന് ശേഷമായിരിക്കുമെന്ന്. ഈ ലോകത്തിൽ അവൻ്റെ ജീവിതം അവസാനിക്കേണ്ടത്. ഇതൊക്കെ ആയിരിക്കണം അവൻ ഇവിടെ ഈ വർഷം അവന് എവിടെയൊക്കെ യാത്ര ചെയ്യണം. ഇതായിരിക്കണം അവൻ ഇവിടെ പോകുമ്പോൾ പ്രസംഗിക്കേണ്ടത്. ഇത് ചെയ്യണം. എൻ്റെ നേവിയിലെ ജോലി പോലും ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അവിടെ അവൻ പരിശീലിക്കണം. അവിടുത്തെ പരിശീലനം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വേലക്കായിട്ട് അവനെ വിളിക്കും. അവൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെ പറ്റിയും ദൈവത്തിന് ഇതുപോലെ പദ്ധതികളുണ്ട്. എൻ്റെ ജോലി കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും അത് കണ്ടെത്തുകയുമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പദ്ധതികളില്ല. ഞാൻ പറയും, കർത്താവെ, നിൻ്റെ വഴി എന്നെ കാണുക. പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, പിതാവെ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവെ, ഞാൻ പോകണോ? എത്രയോ ക്ഷണം ഞാൻ നിരസിച്ചിട്ടുണ്ട്. അവിടെ പോകാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ. ചിലർ പറയും, സഹോദരൻ, ഇവിടെ വരാമോ? ഞങ്ങൾ ധാരാളം പണം തരാം. എനിക്ക് പണത്തിൽ താല്പര്യമില്ല, എനിക്ക് വേണ്ട. നിൻ്റെ പണമില്ലാതെ എനിക്ക് ജീവിക്കാം. കാരണം ലളിതമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊത്തിരി പണത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആരുടെയും സഹായം വേണ്ട. എൻ്റെ പിതാവ് എൻ്റെ കാര്യം നോക്കും. എന്നാൽ എനിക്ക് അവൻ്റെ ഹിതം നിറവേറ്റണം. ദൈവം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരിടത്ത് ഞാൻ പോയാൽ ആ സമയത്ത് ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് മാർത്തയോട് മറിയെപ്പറ്റി, അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് അവനെ കേട്ടുകൊണ്ടിരുന്നപ്പം മാർത്ത പാചകത്തിൽ മുഴുകിയിരിക്കണം. ആർക്കു വേണ്ടിയാണ് അവളെ ചെയ്യുന്നത്? യേശുവിന് വേണ്ടിയാണ്. 12 ശിഷ്യന്മാർക്ക് വേണ്ടി. എത്ര നല്ല ഒരു കാര്യം. എന്നാൽ യേശു പറഞ്ഞു, മാർത്തയെ, നീ പല കാര്യത്തെ ഓർത്ത് വ്യാകുലപ്പെടുകയാണ്. നിന്റെ ഭക്ഷണത്തിലല്ല എനിക്ക് താല്പര്യം. എന്നാൽ മറിയെ നോക്കി, അവൾ എൻ്റെ പാദപീഠത്തിൽ എന്ന് ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. അതാണ് ശരിക്കും ആവശ്യം. ഞാൻ ഭക്ഷണത്തിനല്ല ഇവിടെ വന്നു, നിന്നോട് ചിലത് പറയാൻ വേണ്ടിയാണ്. ഒറ്റ കാര്യം മതി. എനിക്ക് വളരെ ചെറുപ്പമായിരുന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞത്, ലൂക്കോസ് 10:42 അവനെ ഒരു യാത്ര പോവുകയായിരുന്നു. മാർത്തയും മറിയയും അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. 10:38 ആദ്യത്തെ മര്യാദ ഉണ്ടായിരുന്ന മാർത്ത അടുക്കളയിലേക്ക് ഓടി. പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന്, 13 പേര് ഇവിടെ അതിഥികളായിട്ടുണ്ട്, യേശുവും 12 ശിഷ്യന്മാരും. ഇവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യണം. എത്ര നല്ല ഒരു മനോഭാവം. മറിയ യേശുവിൻ്റെ പാദപീഠത്തിൽ നിന്ന് കേൾക്കുകയാണ്. ശിഷ്യന്മാരിയ്ക്കുന്നു, മറിയ അവൻ്റെ പാദപീഠത്തിലിരിക്കുന്നു, കേട്ടുകൊണ്ട്. എന്നാൽ മാർത്തയാകെ അസ്വസ്ഥയാണ്. മറിയ അവളെ സഹായിക്കുന്നില്ല. അവൾ വന്ന് യേശുവിനോട് പറഞ്ഞു, 30 കർത്താവ്, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നു. നിനക്ക് വിചാരമില്ലയോ? ഇവിടെ മറിയയെ ശാസിക്കുന്നതിന് പകരം കർത്താവ് മാർത്തയോട് പറഞ്ഞു, നീ പല കാര്യത്തെ ഓർത്ത് വിചാരപ്പെടും. എനിക്കിതിൻ്റെ ഭക്ഷണമല്ല വേണ്ടിയത്. നിൻ്റെ ആദ്യത്തെ മര്യാദ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ശരിക്കും ഒരു കാര്യം മാത്രം മതി. അതാണ് മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് എൻ്റെ പാദപീഠത്തിരുന്ന് ഞാൻ എന്താണ് പറയുന്നത് അത് കേൾക്കുകയാണ്. അനേക വർഷം മുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ടപ്പം, ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പം, 1960 മറ്റോ ആണ്, ഈ വചനം ദൈവം എന്നോട് സംസാരിച്ചു. നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരൊറ്റ കാര്യം മതി. എൻ്റെ പാദപീഠത്തിലിരിക്കുക, എല്ലാ ദിവസവും എന്നെ കേൾക്കുക. എങ്കിൽ നിൻ്റെ ജീവിതം കൊണ്ട് ചില കാര്യം നിനക്ക് ചെയ്യാൻ കഴിയും. അനേക വർഷങ്ങൾ ശേഷം, ഒരുപക്ഷെ 20-30 വർഷത്തിന് ശേഷം, എൻ്റെ ജന്മദിനത്തിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, എനിക്ക് വേണ്ടി ഒരു വചനമുണ്ടോ? കർത്താവ് പറഞ്ഞു, അനേക വർഷം മുമ്പ് ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞു, ഒരു കാര്യം മതി.
ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യെശയ്യാവ് 50 വായിക്കുന്ന പോലെ ഇങ്ങനെ എഴുന്നേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു രാവിലെ എഴുന്നേറ്റ പോലെ. യേശു എങ്ങനെ എഴുന്നേറ്റെന്ന് നിങ്ങൾക്കറിയാമോ? യേശു രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് യെശയ്യാവ് 50 നാം അത് കാണുന്നു. യെശയ്യാവ് 50 4 വാക്യത്തിൻ്റെ അവസാന ഭാഗം. യെശയ്യാവ് 50:4 അവസാന ഭാഗം. യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ് ഇത്. പിതാവ് അവനെ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവനെൻ്റെ ചെവിയെ ഉണർത്തുന്നു. അതിനർത്ഥം, കർത്താവെ, ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു അതിരാവിലെ എഴുന്നേറ്റ് മരുഭൂമിയിലേക്ക് പോയെന്ന് നിങ്ങൾ വായിക്കുന്നില്ലേ? കേൾക്കാൻ. ഞാൻ പറഞ്ഞ, കർത്താവെ, എനിക്കും അതാണ് വേണ്ടത്. രാവിലെ ഞാൻ അതാണ് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, കർത്താവെ, ഇപ്പം എൻ്റെ ചെവിയെ തുറക്കണേ. കർത്താവെ, ഇപ്പം എൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ അകത്തെ ചെവി അവിടുന്ന് തുറക്കണേ. ഇന്ന് അവിടുന്ന് എന്താണ് എന്നോട് പറയുന്നത്? എനിക്ക് മറിയെ പോലെ ആകണം. മാർത്തയെ പോലെയല്ല, ചാടി എഴുന്നേറ്റ് ഇതും അതും ഒക്കെ ചെയ്യുക. എനിക്ക് കേൾക്കണം. എൻ്റെ ഭാര്യ ഉറങ്ങുമ്പം തന്നെ എന്താണ് അവിടുന്ന് പറയുന്നത് എനിക്ക് കേൾക്കണം. രാത്രിയുടെ മധ്യത്തിൽ നിങ്ങൾ ഉണർന്നാൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ്, പിതാവേ, നീ എന്തിനാണ് ഉണർത്തിയത്? നിനക്ക് എന്തെങ്കിലും പറയണോ? ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ നിങ്ങളെ ഉണർത്തിയത് എന്തോ കാര്യം നിന്നോട് പറയാനാണ്. കർത്താവേ, ഇന്ന് എനിക്കത് നിറവേറ്റണം. എനിക്ക് വേണ്ടത് അടുത്ത 10 വർഷത്തേക്കുള്ള പദ്ധതിയല്ല. കർത്താവെ, ഞാൻ ഇന്നെന്താണ് ചെയ്യുന്നത്? ദിനം പ്രതി ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദമൊന്നും കേട്ട് കാണുകയില്ല. ഞാൻ അറിയാതെ എൻ്റെ പാദങ്ങളെ അവിടുത്തെ വഴിക്ക് നടത്തണേ. ഇന്ന് ഞാൻ ആരുടെ അടുക്കൽ പോകണമോ അവിടത്തേക്ക് എന്നെ നടത്തണേ. ഞാൻ ചെയ്യേണ്ടത് എന്നെ പഠിപ്പിക്കണേ. ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഒരു ചെറിയ അപകടമാകാം. താഴെ വീണ് നിങ്ങൾക്ക് പരിക്ക് പറ്റി പറയുക, കർത്താവെ നന്ദി, ഞാൻ എന്താ ഇവിടുന്ന് പഠിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം യേശു പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും, അങ്ങ് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ച് അങ്ങേ മഹത്വപ്പെടുത്തിയിരിക്കും. നാം എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? അതെ. ഇപ്പം യോഹന്നാൻ 17:4 നാം വായിച്ചല്ലോ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ ചെയ്യുവാൻ തന്ന വേല തികച്ചും ഇരിക്കുന്നു. അതിനുവേണ്ടി അവൻ ചൈനയിൽ പോയില്ല, അവൻ ആഫ്രിക്കയിൽ പോയില്ല. അപൂർവമായിട്ട് മാത്രമേ അവൻ ഇസ്രായേലിന് വെളിയിൽ യാത്ര ചെയ്തുള്ളൂ, 1-2 ചെറിയ ഗ്രാമങ്ങളിൽ മാത്രം. എന്നിട്ടും ദൈവം അവന് കൊടുത്ത വേല അവൻ പൂർത്തീകരിച്ചു. ഒരിക്കലും ചിന്തിക്കരുത് ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ വേല തികയ്ക്കുന്നത്. നല്ല, നീ പാർക്കുന്ന ആ സ്ഥലത്തിന് വെളിയിലേ നീ പോയിട്ടുണ്ടാകില്ല. 30 കൊല്ലം അവൻ ജീവിച്ചത് നസറത്തിൽ മാത്രമായിരുന്നു. എന്നിട്ടും അവൻ്റെ വേല അവൻ തികച്ചു. പിന്നെ ദൈവം അവനോട് പറഞ്ഞ മറ്റിടങ്ങളിലേക്ക് അവൻ പോയി. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നിങ്ങൾ പറയുക, ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടത്. ദൈവത്തിന് നമ്മുടെ നികളത്തെ തകർക്കേണ്ടതുണ്ട്. എനിക്ക് ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യാൻ കഴിയും, അത് ചെയ്യാൻ കഴിയും. ഞാൻ പറയട്ടെ, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിത്യതയിൽ നിലനിൽക്കുന്ന ഒന്നും അവൻ പറയുന്ന മാത്രം ചെയ്യുക, അത് നിത്യതയിലേക്ക് നിലനിൽക്കും. ഇത് യേശുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 2 തീമോത്തിയോസ് 4 അധ്യായം. 2 തീമോത്തിയോസ് 4 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ദൈവഹിതം ഞാൻ നിറവേറ്റി. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ഇതെങ്ങനെ സംഭവിച്ച്? അങ്ങ് 1-ാം നാൾ മുതൽ നസറേത്തിലൊരു പൂർണ്ണ ജീവിതം നയിച്ചു. എന്നാൽ പൗലോസ് 30 കൊല്ലം ക്രിസ്ത്യാനികൾക്കെതിരെ പൊരുതുകയായിരുന്നു. അത് അവിടുത്തെ ഉദ്ദേശമല്ലായിരുന്നല്ലോ. 30 കൊല്ലം അവൻ ക്രിസ്ത്യാനികൾക്കെതിരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നില്ല. അവൻ മതഭക്തനായിരുന്നെങ്കിലും 30 കൊല്ലം മാനസാന്തരപ്പെടാതെ ദൈവമില്ലാത്ത ഒരു മനുഷ്യരായിരുന്നു. അവന് ദൈവത്തെ അറിയില്ലായിരുന്നു. 30 കൊല്ലം ക്രിസ്ത്യാനികൾക്കെതിരെ അവൻ പോരാടി. എന്നിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ പൂർത്തിയാക്കുന്ന അങ്ങനെ പറഞ്ഞത്. ദൈവം എന്നെ കാണിച്ചത് തൻ്റെ മഹാകരുണയാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. പൗലോസ് തൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ മറ്റുള്ളവരെയും പഠിപ്പിച്ചു. നമുക്കത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം അത് വായിക്കുന്നത്
17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലാണ് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. അഥേന്യരോട് ആണ് പൗലോസ് ഇത് പറയുന്നത്. ഗ്രീസിലെ ഒരു സ്ഥലമാണിത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. 30 കൊല്ലം അവൻ അറിയായ്മയിൽ ജീവിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാനത് മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴുകി കളഞ്ഞിരിക്കുന്നു, ഞാനത് പരിഗണിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷവും അറിയായ്മയുടെ കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇതാണ് സൽവാർത്ത. അതോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട. ദൈവം അത് പരിഗണിക്കുന്നില്ല. അത് അറിയായ്മയുടെ കാലങ്ങളായിരുന്നു. ഒരുപക്ഷെ ഇന്നും നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ ജീവിക്കുകയായിരിക്കാം. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഇന്നായിരിക്കും. അതുകൊണ്ട് ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ഞാൻ ഓർക്കുന്നില്ല എന്നാണ്. ഇന്ന് തുടങ്ങുക. ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടുക. അതാണ് ഇവിടെ പറയുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുക. മാനസാന്തരത്തെ സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എബൌട്ട് ടേൺ എന്ന് സൈന്യത്തിൽ അവർ പരേഡ് നടക്കുമ്പം പറയാറുണ്ട്. എബൌട്ട് ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, നേരെ എതിരായിട്ട് തിരിയുന്നതിനെയാണ്. ഞാൻ ലോകത്തിന് നേരെയായിരുന്നു, സ്വയത്തിന് നേരെയായിരുന്നു, എൻ്റെ താല്പര്യങ്ങൾക്ക് ദൈവം എൻ്റെ പിന്നിലായിരുന്നു. ഒരു ദിവസം ഞാൻ നേരെ തിരിഞ്ഞു. അതാണ് മാനസാന്തരം. ചിലർ പകുതിയെ തിരിയൂ. എബൌട്ട് ടേണിന് പകരം റൈറ്റ് ടേണോ ലെഫ്റ്റ് ടേണോ തിരിയും. അങ്ങനെ അവരവരുടെ ജീവിതം പാഴാക്കും. നിങ്ങൾ തിരിയേണ്ട എബൌട്ട് ടേണാണ്. നിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും നീ പൂർണ്ണമായിട്ടും തിരിയണം. ഇനിയും കർത്താവേ, എനിക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യണം. നീ അത് ചെയ്താൽ നിൻ്റെ ജീവിതം കൊണ്ട് ചില കാര്യം നിനക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം നീ മാനസാന്തരപ്പെട്ടാലും. അതുകൊണ്ട് ഞാൻ കാണുന്നത് മാനുഷിക രീതിയിൽ 30 കൊല്ലം അവൻ പാഴാക്കിയെങ്കിലും ദൈവം അതിൻ്റെ കണക്ക് നോക്കിയില്ല. ദൈവം അത് കാര്യമാക്കിയില്ല. 30-ാമത്തെ വയസ്സിലാണ് ഇവൻ മാനസാന്തരപ്പെട്ടത്. ശരി, 30-ാം വയസ്സിലാണ് അവനെക്കുറിച്ചുള്ള പദ്ധതി തുടങ്ങിയത്. അവിടുന്ന് നിങ്ങൾക്ക് അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കഴിയും. ദൈവത്തെ പറ്റിയുള്ളൊരു മനോഹരമായ കാര്യമാണിത്. എൻ്റെ ജീവിതത്തിൽ അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം 16 കൊല്ലം ഞാനൊരു പിന്മാറ്റക്കാരനായിരുന്നു. അപ്പോഴും ഞാൻ പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ പാപത്തെ ജയിക്കുന്ന കാര്യം ഞാൻ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 48 കൊല്ലം പൂർണ്ണമായിട്ടും വ്യത്യസ്തമായൊരു ജീവിതമായിരുന്നു. ഭൂമിയിൽ സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്നത്. എന്നെ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു. എൻ്റെ അറിയായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കിയില്ല. അവൻ തൻ്റെ ഇഷ്ടം എന്നിൽ കൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹത്തിനായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളെ തകർക്കേണ്ടതിനായിട്ട് ദൈവം വിവിധ സാഹചര്യങ്ങളോട് നിങ്ങളെ കൊണ്ടുപോകാം. ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഭാര്യയാകാം, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അമ്മായിയമ്മയാകാം, ഒരു മേലധികാരിയാകാം, ബുദ്ധിമുട്ടുള്ള സാഹചര്യമാകാം, സാമ്പത്തിക പ്രയാസങ്ങളാകാം. പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ദൈവം മനുഷ്യൻ്റെ ശക്തിയെ തകർക്കുന്നത്. നെബൂഖദ്നേസറിൻ്റെ കാര്യത്തിൽ അത് ഒരു മൃഗത്തെ പോലെ ആക്കിക്കൊണ്ടാണ്. എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ദൈവം അങ്ങനെ ചെയ്യില്ലായിരിക്കും. കാരണം അവൻ്റെ ചിന്ത അവൻ ഈ ലോകത്തിൻ്റെ മഹാരാജാവാണെന്നാണ്. അവരെ കൂടുതൽ ആഴത്തിൽ തകർക്കേണ്ടതുണ്ട്. നമ്മൾ അത്രയും വലിയ ആളുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മളെ താഴ്മ പഠിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ നിങ്ങളെ താഴ്മ പഠിപ്പിക്കാൻ അവൻ എന്തു തന്നെ ചെയ്താലും, ഒരുപക്ഷെ കഠിനനായ ഒരു മനുഷ്യനെ ഉപയോഗിച്ച് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ, കുറ്റപ്പെടുത്താൻ, നിങ്ങളെ വിമർശിക്കുക, ഇതിലെല്ലാം കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ക്രൂശിക്കപ്പെടാൻ കഴിയില്ല. ഇന്ന് ആളുകൾ മനുഷ്യരെ ക്രൂശിക്കാറില്ല. എന്നാൽ അങ്ങ് ഏതൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടോ അതിലൂടെ ഒക്കെ കടന്നു പോകാനുള്ള ഒരു ബഹുമതി അങ്ങ് ദയവായിട്ട് എൻ്റെ ജീവിതത്തിൽ തരുമോ? ഒരു പ്രാവശ്യമെങ്കിലും അങ്ങ് കടന്നുപോയ എല്ലാ കാര്യത്തിലൂടെയും ഞാൻ ശരിക്കും അങ്ങ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ക്രിസ്ത്യാനികൾ എനിക്കെതിരെ കേസ് കൊടുത്തു. അത് ഞാൻ കർത്താവിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ടാണ്. അവരുടെ തെറ്റായ ഉപദേശങ്ങളെ ഞാൻ തുറന്നു കാണിച്ചത് കാരണം കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോയി 16 കൊല്ലം എന്നെ ജയിലിലിടാനായിട്ട് അവർ ആഗ്രഹിച്ചു. അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ജഡ്ജിയെ സ്വാധീനിക്കാൻ അവർ പണം കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അവർ ജഡ്ജിയെ സ്വാധീനിക്കുന്നതിൻ്റെ വക്കീലാണ് പറഞ്ഞത്. ഞാൻ ഭയപ്പെട്ടു, സത്യസന്ധമായിട്ടും ഭയപ്പെട്ടു. എനിക്കന്ന് ഏതാണ്ട് 53 വയസ്സുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. ഞാൻ ആ കോടതി മുറിയിലേക്ക് കടന്നപ്പം ശരിക്കും ഞാൻ ഭയപ്പെട്ടു. ദൈവഹൃദയത്തോട് സംസാരിച്ചു. നീ മറക്കരുത്, മതഭക്തരായ ആളുകൾ എന്നെയും കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നീ എൻ്റെ കാൽപ്പാടുകൾ കാണുക, നീ അതിൽ കൂടെ നടക്കുക.
എൻ്റെ ഹൃദയത്തിൽ വളരെ ധൈര്യമുണ്ടായി. കർത്താവ് പറഞ്ഞ എൻ്റെ കാൽച്ചുവടുകൾ വിശ്വാസത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയുമാണ്. സ്വർഗീയ പിതാവിലുള്ള വിശ്വാസവും ഇപ്പം നീ കടന്നു പോകുന്ന ചെറിയ കാര്യങ്ങളുടെ വിവരം പോലും അറിയാവുന്നവൻ. നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്, ഭയപ്പെടരുത്. നിന്നെ കുറ്റപ്പെടുത്തുന്നവരെ സ്നേഹിക്കുക. രണ്ടും കൂടാണ്. പട്ടാളത്തിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ച് പോകുന്ന പോലെ ഇവിടെ വിശ്വാസവും സ്നേഹത്തിൻ്റെ ചുവടുകളാണ്. ഞാൻ പറഞ്ഞ കർത്താവ് ഞാൻ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് വളരെ സന്തുഷ്ടനായിട്ട് അവിടെ നിൽക്കാൻ പറ്റി. ഇന്ത്യയിൽ പ്രതികൾക്ക് ഇരിക്കാൻ അവകാശമില്ല. ഇവിടെ അമേരിക്കയിലെ പ്രതികൾക്കും ഇരിക്കാൻ അവകാശമുണ്ട്. 1 മണിക്കൂർ ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാനങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ശിക്ഷിക്കാൻ വേണ്ടി കൈക്കൂലി മേടിച്ച ആ ന്യായാധിപൻ എന്നെ നോക്കി വളരെ സന്തുഷ്ടനായ ഒരാൾ. ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതികളെ കൈവിലങ്ങൊക്കെ ധരിപ്പിച്ചാണ് അവിടെ കൊണ്ടുവരാറുള്ളത്. അവൻ ഒരുപക്ഷെ ഇത്ര സന്തുഷ്ടനായിട്ട് ഒരാൾ നിൽക്കുന്ന അവൻ്റെ ജീവിതത്തിൽ കണ്ടേ കാണുകയില്ല. അവന് വളരെ കുറ്റബോധം തോന്നി. അവൻ എന്നെ ഒന്ന് നോക്കി. പിന്നെ അടുത്ത 1 മണിക്കൂർ മുഴുവൻ നേരവും താഴോട്ട് നോക്കിയിരിക്കാൻ. അവൻ തല ഉയർത്തിയേയില്ല. കുറ്റബോധം ഉള്ളവനെ പോലെ അവൻ കാണപ്പെട്ടു. ഞാനൊരു വഞ്ചകനാണെന്ന് കരുതി എന്നെ ശിക്ഷിക്കാനായിട്ട് അവൻ കൈക്കൂലി വാങ്ങി. എന്നാൽ അവൻ കണ്ടത് സന്തുഷ്ടനായ ഒരാളെയാണ്. 1 മണിക്കൂറിന് ശേഷം എൻ്റെ വക്കീലിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ഇയാളെയും കൊണ്ട് ഇനിയും കോടതി വരരുത്. കോടതിയുടെ പുറത്ത് ഇത് പറഞ്ഞു തീർക്കുക. ഇവനെയും കൊണ്ട് ഇവിടെ വരരുത്. ആ 1 മണിക്കൂറിന് ശേഷം എന്നെ കോടതിയിലേക്ക് കൊണ്ടുവന്നവർ എന്നെ കടന്നു പോയപ്പോൾ ഞാൻ അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും കാൽപ്പാടുകൾ ഞാൻ അവിടെ കണ്ടു. കർത്താവ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയായാൽ അവരോട് ക്ഷമിക്കണമേ. ദൈവം അത്ഭുതകരമായിട്ട് എന്നെ അവിടുന്ന് രക്ഷിച്ചു. 1 ദിവസം പോലും ഞാൻ ജയിലിൽ കടന്നില്ല. ദൈവം എത്ര ഉന്നതനാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിന് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ പറയുക, കർത്താവേ, നിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യണം. പല വർഷങ്ങൾ ഞാൻ പാഴാക്കി. എന്നാൽ ഇന്നു മുതൽ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണം. നിൻ്റെ ബലമുള്ള കൈക്കീഴിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഇന്നു മുതൽ ഇത് ഗൗരവമായിട്ടെടുക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എത്ര അത്ഭുതകരമാണ്. ഞങ്ങളുടെ എല്ലാ തോൽവിക്കും ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെപ്പറ്റി നിനക്ക് മനോഹരമായൊരു പദ്ധതിയുണ്ട്. ഞങ്ങളുടെ അറിയായ്മയുടെ കാലങ്ങളെ അങ്ങ് ഗണ്യമാക്കുന്നില്ലല്ലോ. നന്ദി, നന്ദി. ഇപ്പം തിരിഞ്ഞു വരാൻ, മാനസാന്തരപ്പെടാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നല്ലോ. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണേ. നിൻ്റെ പദ്ധതി ഇവിടെ ഇരിക്കുന്ന ആരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.